നമസ്കാരം. 3PM ഡിബേറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. വിചാരണ നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കണമെന്നാണ് ഉത്തരവ്. കേസിലെ പ്രധാന സാക്ഷിയായ മഞ്ജു വാര്യരുടെ മൊഴി വിചാരണ കോടതി രേഖപ്പെടുത്തിയില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിചാരണ കോടതിക്കെതിരെ സർക്കാരും ഇരയും ഗുരുതര ആരോപണങ്ങളാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നു. ഇതിനാൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നാളെ വിചാരണ നടപടികൾ പുനരാരംഭിക്കാനിരിക്കെയാണ് നടിയുടെയും സർക്കാരിന്റെയും ഹർജി പരിഗണിച്ച ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ കോടതി നടപടി സ്റ്റേ ചെയ്തത്. പ്രോസിക്യൂഷന്റെ അതേ ആരോപണമാണ് ഇരയായ നടിയും കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ പ്രധാന സാക്ഷിയായ മഞ്ജു വാര്യരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റി. തനിക്കെതിരായി മൊഴി നൽകാതിരിക്കാൻ മഞ്ജുവിനെ സ്വാധീനിക്കാൻ മകളെ ഉപയോഗിച്ച് ദിലീപ് ശ്രമം നടത്തി. നടിയെ വകവരുത്തുമെന്ന് ദിലീപ് ഭാമയോട് പറഞ്ഞുവെന്നും മഞ്ജു വാര്യർ വിസ്താരണ വേളയിൽ അറിയിച്ചെങ്കിലും അത് രേഖപ്പെടുത്താൻ കോടതി തയ്യാറായില്ല. ഇതോടൊപ്പം ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലും വീഴ്ചയുണ്ടായെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പരിശോധിച്ച FSL ലാബിൽ ജഡ്ജി നേരിട്ട് വിളിച്ച തെളിവുകളുടെ കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. കേസിലെ പല സുപ്രധാന രേഖകളും പ്രോസിക്യൂഷൻ അറിയാതെ വിചാരണ കോടതിയിൽ നിന്നും പ്രതിഭാഗത്തിന് നൽകിയത് വിചാരണ കോടതിയുടെ പക്ഷപാതം തുറന്നുകാട്ടുന്നതാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. പല സാക്ഷികളും ഹൈക്കോടതിയിലേക്ക് വരാൻ തയ്യാറായിരിക്കുകയാണ്. വിചാരണ കോടതി ജഡ്ജിക്ക് ഇനിയും കേസിലെ വിചാരണയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് ഹൈക്കോടതി പരിശോധിക്കണമെന്നും സർക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് വിചാരണ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഉത്തരവിട്ട കോടതി വിശദമായ വാദം കേൾക്കാൻ കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. റിപ്പോർട്ടർ, കൊച്ചി. അരുൺ രാജുണ്ട് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് മാത്രമേൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ്. അതിന്റെ വിചാരണ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കുന്നു. വിചാരണ കോടതി മാറ്റണമെന്നുള്ള ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കുന്നു. വിചാരണയുടെ ഇതുവരെയുള്ള ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് പരാതികൾ? അപർണ, വിചാരണ കോടതി അവസാന ഘട്ടത്തിലേക്ക് ഈ വിചാരണ ഏകദേശം പകുതിയോളം പിന്നിടുമ്പോഴാണ് വിചാരണ കോടതിക്കെതിരെ വലിയ ആരോപണവുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനും നടിയുടെ അഭിഭാഷകയും രംഗത്തെത്തുന്നത്. പ്രധാനമായും ഈ വിചാരണ കോടതിയിലെ ചില നടപടികളാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഇടം നൽകിയത് എന്താണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ആദ്യം തന്നെ ഈ വിചാരണ കോടതിയെ സമീപിച്ച ഈ നടിയുടെ അഭിഭാഷക പ്രധാനമായും പറഞ്ഞത് ഈ കോടതിയിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ വസ്തുനിഷ്ഠമായി തന്നെ ഇക്കാര്യങ്ങളിൽ ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല, പക്ഷപാതപരമായി കോടതി ഇടപെടുന്നു, കോടതി പല സമയങ്ങളിലും ബയാസ്ഡായി തന്നെ പ്രവർത്തിക്കുന്നു എന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട കോടതി ഈ വിചാരണ കോടതിയിൽ ഉണ്ടായത്. തുടർന്ന് ഈ കോടതിയിൽ ഇത്തരം കേസ് നിർത്തിവെക്കണമെന്നും ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കട്ടെ എന്ന ഹൈക്കോടതിയിൽ വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യവുമായി ആദ്യം എത്തിയത് നടിയുടെ അഭിഭാഷകയാണ്. ഈ കോടതി അവിടെ കേസ് പരിഗണിച്ച ഘട്ടത്തിലാണ് ആദ്യം തന്നെ പ്രോസിക്യൂഷനാണ് ഏറ്റവും ശക്തമായ വാദം വിചാരണ കോടതിക്കെതിരെ മുന്നോട്ട് വെച്ചത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി എല്ലാ ഘട്ടത്തിലും പ്രതിയെ ഇരയ്ക്ക് അനുകൂലമായ നടപടിയല്ല കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്, പകരം വാദിക്ക് അനുകൂലമായ ഭാഗങ്ങളാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത്. ഈ കോടതിയിൽ പറഞ്ഞ പല മൊഴികളും കൃത്യമായി രേഖപ്പെടുത്തുവാൻ വിചാരണ കോടതി തയ്യാറായില്ല എന്ന വലിയ ഗുരുതരമായ ആരോപണം അഘട്ടത്തിൽ പ്രോസിക്യൂഷൻ തന്നെ മുന്നോട്ട് വെക്കുന്നു. സീൽഡ് കവറിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനമായും ഇക്കാര്യത്തിൽ പറഞ്ഞത് മഞ്ജു വാര്യരുടെ മൊഴി ഇതിൽ ഏറ്റവും നിർണായകമാണ്. ഈ മഞ്ജു വാര്യരുടെ മൊഴി കൃത്യമായി തന്നെ രേഖപ്പെടുത്തുവാൻ കോടതി തയ്യാറായില്ല. കാരണം ഈ ഭാമയോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ നിർണായകമായി തന്നെ ഈ ഇരയെ കൊല്ലുവാൻ ദിലീപ് പദ്ധതിയിടുന്നു എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഇക്കാര്യം മഞ്ജു കോടതിയിൽ പറഞ്ഞപ്പോൾ ഇത് കൃത്യമായി രേഖപ്പെടുത്തുവാൻ കോടതി തയ്യാറായില്ല. അത് ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് കോടതി അതിനെ ഒഴിവാക്കുകയായിരുന്നു. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, സ്വന്തം മകളെ ഉപയോഗിച്ചുകൊണ്ട് ദിലീപ് മഞ്ജുവിനെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചു. അഘട്ടത്തിലും കോടതി ഈ കാര്യങ്ങൾ പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികൾ സാക്ഷികൾ കോടതിക്ക് മുമ്പാകെ എത്തി മൊഴി നൽകുമ്പോഴും ദിലീപിന്റെ സാന്നിധ്യം കോടതിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട രേഖകൾ ഒന്നും തന്നെ പ്രോസിക്യൂഷൻ നൽകാതെ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ രേഖകൾ പ്രതിഭാഗത്തിന് കൈമാറുന്ന ഒരു സ്ഥിതിയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ കോടതിക്ക് മുമ്പാകെ പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമിച്ച ദൃശ്യങ്ങളടക്കം വീണ്ടെടുത്ത ലാബിലേക്ക് ജഡ്ജി നേരിട്ട് വിളിച്ച കാര്യങ്ങൾ തിരക്കി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമാണ്, എന്ത് റിപ്പോർട്ടാണ് അവിടെ നിന്ന് ലഭിച്ചതെന്ന് വാദിഭാഗത്തോട് പറയുവാൻ ഒരു ഘട്ടത്തിലും ജഡ്ജിയുടെ ഭാഗത്ത് ശ്രമം ഉണ്ടായില്ല എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണം. കോടതിക്ക് പോലും ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞ ഹൈക്കോടതിയിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ വിചാരണ കോടതിയുടെ നടപടിയിൽ തങ്ങൾക്ക് വിശ്വാസമില്ല, ഈ കോടതിയുടെ നടപടിയിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഈ നടിയുടെ അഭിഭാഷകൻ കോടതി പറഞ്ഞത് പ്രോസിക്യൂഷന് പോലും ഇക്കാര്യത്തിൽ കോടതിയെ വിശ്വാസമില്ലാതെ വന്നിരിക്കുന്നു, പിന്നെ എങ്ങനെയാണ് താൻ വിശ്വസിക്കുക, അതിനാൽ ഈ കോടതി നടപടി നിർത്തി
നിർത്തിവെക്കണമെന്നും മറ്റൊരു കോടതിയിൽ ഈ വിചാരണ കോടതി മാറ്റണമെന്ന ആവശ്യവുമാണ് പ്രധാനമായും ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. എന്നാലും വിശദമായി വാദം കേട്ട ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച വരെ ഈ വിചാരണ നിർത്തിവെക്കുകയും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ നിലപാട് കോടതി വെള്ളിയാഴ്ച പറയുകയും ചെയ്യും. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ രാജ്. ഈ വിഷയമാണ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത്. ധന രാജേന്ദ്രൻ, ദ ന്യൂസ് മിനിറ്റ് എഡിറ്റർ ഇൻ ചീഫ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഹൈക്കോടതി അഭിഭാഷകൻ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം മുഹമ്മദ് ഷായിലേക്ക്. ശ്രീ മുഹമ്മദ് ഷാ, ഒരു ഘട്ടത്തിൽ വിചാരണ കോടതിയിൽ വിശ്വാസമില്ല എന്ന് ഈ പെൺകുട്ടിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്ന ഒരു നിലയുണ്ടാകുന്നു. ഇപ്പോൾ അതേ രീതിയിലുള്ള നിലപാട് സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നു. ജുഡീഷ്യറിയെ നീതിക്കായി ആശ്രയിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് ഇത്തരത്തിലുള്ള ഹർജികളൊക്കെ നൽകുന്നത്? പറഞ്ഞാൽ ഇത് തികച്ചും അൺയൂഷ്വലായ ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ക്രിമിനൽ ട്രയലും എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ട്രാൻസ്ഫർ ആവശ്യമായി വരും. ഒരു കോടതിയിൽ നിന്നും ട്രയൽ പൂർണ്ണമായും മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് തന്നെയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ CRPCയിലെ സെക്ഷൻ 407 പ്രകാരം ഹൈക്കോടതിക്ക് ഒരു ട്രാൻസ്ഫർ പെറ്റീഷൻ പരിഗണിക്കാനുള്ള അധികാരവുമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് ഒരു ഇമ്പാർഷ്യലായിട്ടുള്ള ഒരു ഫെയർ ട്രയൽ നടക്കുന്നതിന് അല്ലെങ്കിൽ എൻക്വയറി നടത്തുന്നതിന് സാധിക്കില്ല എന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ഹൈക്കോടതി ആ കോടതിയിൽ നിന്നും മറ്റൊരു കോടതിയിലേക്ക് കേസ് മാറ്റി ട്രയൽ നടത്താൻ ഉത്തരവിടാൻ കഴിയും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന അങ്ങനെ ഒരു പെറ്റീഷൻ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിക്ടിമിൻ്റെ ഭാഗത്തു നിന്നും ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നു. ഹൈക്കോടതി അതിൻ്റെ ഈ 407 സബ്സെക്ഷൻ 6 അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ട്രയൽ സ്റ്റേ ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രിമാ ഫേസി ഇത് പരിഗണിക്കപ്പെടേണ്ട ക്വസ്റ്റ്യൻ ആണ് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത വാദത്തിൽ ഇത് ഇമ്പാർഷ്യൽ എൻക്വയറി നടക്കില്ല, അല്ലെങ്കിൽ ട്രയൽ നടക്കില്ല, ഇതിനകത്ത് ഫെയർ ട്രയലിനുള്ള സാധ്യതയില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് പെറ്റീഷൻ കൊടുത്തിട്ടുള്ള പ്രോസിക്യൂഷൻ്റെയും വിക്ടിമിൻ്റെയും ചുമതലയാണ്. വിക്ടിമിൻ്റെ അഭിഭാഷകർ അത് വാദിക്കും. അപ്പോൾ മറുഭാഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനെയല്ല എന്ന് പറയാം. ഇനി കോടതികൾക്ക് ഇപ്പോൾ വിചാരണ നടക്കുന്ന കോടതിക്ക് പോലും ഇനിയും അതിൻ്റെ ട്രയൽ ആ കോടതി തന്നെ നടത്തുന്നത് സാധാരണഗതിയിൽ ആ കോടതിക്ക് പോലും താല്പര്യം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിന് പോലും ഞാൻ പറയാം സെക്ഷൻ 327 പ്രകാരം അത് ചർച്ച ചെയ്യുന്നതിന് പോലും പരിമിതികളുണ്ട്. അതെ, നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ, ഇൻ ക്യാമറ പ്രൊസീജിയേഴ്സ്, രഹസ്യ വിചാരണ, പക്ഷേ 20ഓളം അഭിഭാഷകർ ആ ദിവസം അവിടെ സന്നിഹിതരായിരുന്നു കോർട്ടിനകത്ത്. രഹസ്യ വിചാരണയുടെ സ്വഭാവം തന്നെ ഇല്ലാതാക്കുകയായിരുന്നില്ലേ ആ നടപടി? തീർച്ചയായിട്ടും അത് കോടതിയിൽ എഴുതി കൊടുത്ത ഒരു പെറ്റീഷനിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു ജഡ്ജി ചെയ്ത നടപടി തെറ്റാണ് എന്നാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് നോക്കുന്നതിന് വേണ്ടി കോടതിയുടെ മുമ്പിൽ ഒരു പെറ്റീഷനുണ്ട്. ആ പെറ്റീഷൻ്റെ കണ്ടൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കണ്ടൻസിൽ നമ്മൾ കാണുന്ന കണ്ടൻസിലൊക്കെ ആ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലെ അപാകതകളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ ജഡ്ജി ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോൾ ഒരു പ്രശ്നം ഒരു ജഡ്ജിനെതിരെ ആകുമ്പോൾ അദ്ദേഹത്തിനത് മറുപടി പറയാൻ സാധിക്കാനുള്ള പ്ലാറ്റ്ഫോം നമ്മൾ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സാധാരണഗതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ ഒരു പൊതുപ്രവർത്തനെതിരെയോ ഒക്കെ നമ്മൾ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവർക്കത് എൻ്റെ ശരി പറയാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി അതിൻ്റെ ട്രൂത്ത് ഫൈൻഡ് ചെയ്യും ഹൈക്കോടതി. എന്നിട്ട് കോടതി ഒരുപക്ഷെ ഇവർ പറഞ്ഞത് ശരിയാകണമെന്നൊന്നുമില്ല, എങ്കിലും അവർക്കൊരു കോൺഫിഡൻസ്, വിക്ടിമിന് അവർക്കൊരു ഫെയർ ട്രയൽ കിട്ടിയെന്നുള്ള കോൺഫിഡൻസിന് വേണ്ടി മറ്റൊരു കോടതിയിലേക്ക് പോകുന്നത് ആണ് ഉചിതമെന്ന് തോന്നിയാൽ ഇവർ അൺഫെയർ ട്രയലാണ് നടത്തിയതെന്ന് കണ്ടെത്താതെ തന്നെ ഒരു കോടതിയിലേക്ക് മാറ്റി കൊടുക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവർ രണ്ടു കൂട്ടരും, അതായത് വിക്ടിമും പ്രോസിക്യൂഷനും ഒരേപോലെ തന്നെ വന്ന സ്ഥിതിക്ക് കോടതി മറ്റൊരു കോടതിയിലേക്ക് മാറ്റി കൊടുക്കും. അതുകൊണ്ട് തന്നെ വിക്ടിമിന് ഒരു ഫെയർ ട്രയലിനുള്ള അവസരം ഹൈക്കോടതി ഒരുക്കി കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. നോക്കൂ, ശരി, ഞാൻ വരാം. നോക്കൂ ശ്രീ ധന രാജേന്ദ്രൻ, വലിയ രീതിയിലുള്ള സ്ട്രഗിൾസ് നടത്തിയാണ് ഒരു പെൺകുട്ടി ഇങ്ങനൊരു കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ ചില പാളിച്ചകൾ സംഭവിച്ചു. കാരണം പ്രധാനപ്പെട്ട ചില സാക്ഷികൾ കൂറുമാറി എന്ന് പറഞ്ഞു. നമുക്കറിയാം സിദ്ദിഖിൽ നിന്നൊക്കെ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവരെയൊക്കെ സാക്ഷികളാക്കുമ്പോൾ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കണമായിരുന്നു? തുടക്കം മുതൽക്ക് തന്നെ എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ടോ ശ്രീ ധന്യ രാജേന്ദ്രൻ? ഒരു പ്രോസിക്യൂഷൻ കേസ് ഉണ്ടാക്കുമ്പോൾ അതില് അവർ കൂറുമാറുമോ എന്ന് ആലോചിച്ച് കേസ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. വിറ്റ്നസുകളെ ലിസ്റ്റ് ചെയ്യും പ്രോസിക്യൂഷൻ. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സെപ്റ്റംബർ 7-ാം തീയതി പ്രോസിക്യൂഷൻ ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നു ഈ കോടതി മുൻപാകെ, അതായത് ഈ ട്രയൽ കോർട്ട് മുൻപാകെ. ഈ 8 അക്യൂസ്, അതായത് പ്രതി 4 സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു. അതിൽ 3 സാക്ഷികൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതല്ലാതെ മറ്റൊരു സാക്ഷി, ആ സാക്ഷിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു. മാത്രമല്ല
അയാളെ ഒരു അജ്ഞാതനായ ഒരു ലോയർ കോടതിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അതിന്റെ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പ്രോസിക്യൂഷൻ ഈ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അന്ന് പ്രോസിക്യൂഷൻ ലീവിന്റെ ബെയിൽ ക്യാൻസൽ ചെയ്യുന്നത്. പക്ഷെ ആ ഒരു പെറ്റീഷൻ പോലും ഇതുവരെയ്ക്കും മുന്നോട്ട് പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ഹിയറിംഗ് മാത്രമേ നടന്നു. അപ്പൊ നിങ്ങൾ ചോദിച്ചതുപോലെ ഈ കേസിൽ പലരും മൊഴിയാണ്. അതുകൊണ്ട് തന്നെ അവർ പലരും ചിലപ്പോൾ പോലീസിന് കൊടുത്ത മൊഴികളായിരിക്കില്ല കോടതിയിൽ പറയുക എന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ച കാര്യമാണ്. അത് മാത്രമല്ല, ഇവിടെ പറയുന്ന 8ാം നമ്പർ അദ്ദേഹത്തിന് മലയാളം സിനിമയിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ സാക്ഷി ഇപ്പൊ ഒരു സാക്ഷി, ഫോർ എക്സാമ്പിൾ എടവേള ബാബു, നിങ്ങളുടെ ചാനൽ എന്ന് പറഞ്ഞത് ഞാൻ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അല്ല, അത് ശരിയല്ല റെക്കോർഡ് ചെയ്ത് പോലീസ്, ഞാൻ കോടതി മുൻപാകെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ റൈറ്റ്. പക്ഷെ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ആളുകൾ അല്ലാതെ മറ്റു സാക്ഷികളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അത് ട്രയൽ ജഡ്ജ് സീരിയസ് ആയി എടുത്തില്ല? ആ ബെയിൽ പെറ്റീഷൻ, ദിലീപിന്റെ ബെയിൽ പെറ്റീഷൻ ക്യാൻസൽ ചെയ്യണം, ദിലീപിന്റെ ബെയിൽ ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞ പെറ്റീഷൻ എന്തുകൊണ്ട് സീരിയസ് ആയി എടുത്തില്ല? ഇതും കൂടിയാണ് പ്രോസിക്യൂഷൻ ചോദിക്കുന്നത് ഹൈക്കോടതിന്റെ മുമ്പാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി മിക്കവാറും ഈ കേസ് മറ്റൊരു ട്രയൽ ജഡ്ജി കൊടുക്കുമായിരിക്കും. പക്ഷെ ഇറ്റ് ഈസ് വെരി ഡിസപ്പോയിന്റിംഗ്. അതായത് ഈ കേസിൽ തുടക്കത്തിൽ ഈ സർവൈവറും സ്റ്റേറ്റും തന്നെയാണ് പറഞ്ഞത് ഒരു വുമൺ ജഡ്ജ് വേണം കേസ് കേൾക്കാൻ. എന്തെന്നാൽ ഇതിൽ ഒരു വീഡിയോ ഉണ്ട്. അതായത് നോർമൽ സെക്ഷൽ വയലൻസ് കേസുകൾ പോലെയല്ല, ഇതിൽ ആ സെക്ഷൽ അസോൾട്ടിന്റെയോ വയലൻസിന്റെയോ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള കേസാണ്. ഒരു വുമൺ ജഡ്ജ് ഈ കേസ് കേൾക്കണം എന്ന് സർവൈവറുടെ ഒരു താല്പര്യമായിരുന്നു. എന്നിട്ട് പോലും അത് ഇവിടെ എത്തിച്ചേർന്നതിൽ ശരിക്കും ഇത് സെൻഡിങ് a very wrong message to society, and I think അത് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിട്ടൊരു കാര്യം. നോക്കൂ, സുപ്രീം കോടതിയുടെ തന്നെ ഒരു ഉത്തരവുണ്ട്. അതായത് പ്രത്യേകിച്ചും ഇങ്ങനെ റേപ്പ് കേസിലൊക്കെ പെടുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ ഇങ്ങനെ വിചാരണ ചെയ്യുന്നത്, അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള വിചാരണയൊന്നും അനുവദിക്കുന്നില്ല എന്നിരിക്കെ തന്നെ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ചും ഇൻ ക്യാമറ നടന്ന ഒരു ട്രയലാണ്. എന്നിട്ടും ഇങ്ങനെ ഹരാസ് ചെയ്യുന്ന രീതിയിൽ ആ പെൺകുട്ടി കൊടുത്ത ഹർജിയുണ്ട്, അതിൽ പറയുന്നു തന്നെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടു. അപ്പോൾ കൃത്യമായി തന്നെ ഒരു ധാരണ ഉണ്ടാവുകയല്ലേ? അതായത് ഈ ജഡ്ജി ഇരയ്ക്കൊപ്പമല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു പാർഷ്യലായി പക്ഷപാതപരമായി പെരുമാറുന്നു എന്നത് ക്ലിയർ അല്ലേ ധന്യ? നോക്കൂ, നമ്മൾ ആരും ഈ പ്രൊസീഡിങ്സിന് പോവുകയോ അല്ലെങ്കിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഈ രണ്ട് പെറ്റീഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അറ്റ്ലീസ്റ്റ് സർവൈവറുടെ ഇംപ്രഷൻ അതാണ്. അതായത് ജഡ്ജ് ഈസ്, സർവൈവർ ഉപയോഗിക്കുന്ന വാക്കുകൾ ജഡ്ജ് ഈസ് ബയസ്ഡ് ആൻഡ് ഈസ് ഹോസ്റ്റൈൽ എന്ന വാക്കുകളാണ് സർവൈവർ അവരുടെ പെറ്റീഷനിൽ ഉപയോഗിക്കുന്നത്. അതായത് 17 വക്കീൽമാർ ഒരു കോടതിയിലുള്ള സമയം ആ വിഷ്വൽസ് പ്ലേ ചെയ്യുകയും അതിന്റെ മുകളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്തു. അതൊരു ഹാരസ്മെന്റ് ആണ് എന്നാണ് സർവൈവർ പറയുന്നത്. ഇപ്പൊ പോക്സോ ആയാലും ക്രിമിനൽ ലോ അമെന്റ്മെന്റ് ആയാലും അതിലെല്ലാം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഇസ് ദാറ്റ് ഒരു സർവൈവർ അല്ലെങ്കിൽ ഒരു വിക്ടിമിന്റെ ഫാമിലിയെ ഹാരസ് ചെയ്യാൻ പാടില്ല എന്നതാണ് കോടതികളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ സംഭവിച്ചെന്ന് സർവൈവർ പറയുമ്പോൾ അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു ഹൈക്കോടതി സീരിയസ് ആയി എടുക്കും. അത് മാത്രമല്ല, എനിക്കിവിടെ ക്വിക്ലി പോയിന്റ് ഔട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇത് ദിലീപിന്റെ ഈ കേസ് ആയാലും ബിഷപ്പ് ഫ്രാങ്കോന്റെ കേസായാലും ഈ കേരളത്തിൽ നടക്കുന്ന 2 ഹൈ പ്രൊഫൈൽ കേസുകളിൽ അക്യൂസ്ഡ് കോടതിയിൽ പോയി ഗാഗ് ഓർഡർ, അതായത് മീഡിയ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഗാഗ് ഓർഡർ വാങ്ങിച്ചിരിക്കുന്ന ഈ 2 കേസുകളിലും അക്യൂസ്ഡ് ആണ്. അതായത് നിപുൺ സക്സേന എന്ന് പറഞ്ഞ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിൽ സർവൈവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വിക്ടിമിനെയോ വിക്ടിമിന്റെ ഫാമിലിയോ പ്രൊട്ടക്ട് ചെയ്യാനായി അവരുടെ പേര് ഉപയോഗിക്കാൻ പാടില്ല, അവരുടെ ഐഡന്റിറ്റികൾ ഒന്നും റിവീൽ ചെയ്യാൻ പാടില്ല, കേസിന്റെ വളരെ സ്പെസിഫിക് ആയ ഡീറ്റെയിൽസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി വിധിയെ ഉപയോഗിച്ച് ഗാഗ് ഓർഡർ ഇവിടെ ആക്ച്വലി വാങ്ങിച്ചിരിക്കുന്നത് 2 അക്യൂസ്ഡ് ആണ്. ഈ കേസിൽ ദിലീപും മറ്റേ കേസിൽ ഫ്രാങ്കോവും. അപ്പോൾ ഇവർ തുടക്കം മുതൽ തന്നെ ഈ കേസിനെ കുറിച്ച് ആരും സംസാരിക്കാൻ പാടില്ല, ആരും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന ഒരു ഇന്റൻഷനിലാണ് ഇവർ മൂവ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഇന്നൊരു ഡിസ്കഷൻ ചെയ്യാൻ പറ്റുന്നത്? ഈ കേസ് ഹൈക്കോടതിയിൽ എത്തിയതുകൊണ്ട് ഇതിൽ സംസ്ഥാന സർക്കാർ ഒരു ഹർജി നൽകിയോണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇതിന്ന് ചർച്ച ചെയ്യാൻ പറ്റാവുന്നത്. ഇതിനു മുൻപ് ഈ കേസിനെ കുറിച്ച് എഴുതിയ 11 മാധ്യമങ്ങൾക്കെതിരെയും 5 സിനിമാ രംഗത്തിലെ പ്രവർത്തകർക്കെതിരെയും, അതായത് പാർവതി, റീമ, ആഷിഖ് അബു, രേവതി, രമ്യ നമ്പീശൻ എന്നീ 5 ആൾക്കാർക്കെതിരെയും ദിലീപ് കേസ് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ,
ഇന്നിപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്നത് പ്രത്യേകിച്ചും മഞ്ജു വാര്യരുടെ മൊഴിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല ഇതൊക്കെ ഊഹാപോഹം എന്ന രീതിയിലാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായും പറയുന്നു, അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, അവൾ എൻ്റെ കുടുംബം തകർത്തതാണെന്ന് ദിലീപ് ഭാമയോട് പറഞ്ഞതായി ഭാമ എന്നോട് പറഞ്ഞു. മഴവില്ലഴകിൽ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ഞാനും ഭാമയും സംസാരിക്കുന്നത് കണ്ടപ്പോഴാണ് ദിലീപ് ഇക്കാര്യം പറഞ്ഞതായി നടി ഭാമ എന്നോട് പറഞ്ഞത്. ഇത് മഞ്ജു വാര്യർ കോടതിക്ക് മുൻപാകെ പറയുമ്പോൾ അവിടെ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ ഊഹാപോഹം മാത്രമാണ്, ഇതൊങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. ആർക്ക് വേണ്ടിയായിരിക്കാം ജഡ്ജി സംസാരിച്ചിട്ടുണ്ടാവുക ശ്രീ മുഹമ്മദ് ഷാ? ഇല്ല, നമ്മള് ജഡ്ജിമാര് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത് ജഡ്ജിമാർ ഒരു പ്രിസ്യൂം ചെയ്തിട്ട് പറയുന്നത് ഇതാണ് ശരിയെന്ന് വിചാരിച്ചിട്ടില്ല പറയുന്നത്. ക്ലാരിഫിക്കേഷന് വേണ്ടി വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഇൻ ക്യാമറയിലായതുകൊണ്ട് നമ്മൾ നേരിട്ട് കാണാത്തൊരു കാര്യമാണ്. പ്രോസിക്യൂഷൻ്റെ ഒരു വെർഷനാണ്. പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിക്കെതിരെയുള്ള ഒരു അലിഗേഷൻ റേസ് ചെയ്തിരിക്കുകയാണ്. ആ അലിഗേഷൻ പ്രൂവ് ചെയ്യേണ്ടത് പ്രോസിക്യൂഷനാണ്. അത് പ്രൂവ് ചെയ്യാൻ മാത്രമേ ഈ പറഞ്ഞ കോടതി മാറ്റി കിട്ടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കോടതി ഈ പറഞ്ഞ ഈ കോടതിക്കെതിരെ പറയുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു മറുസൈഡ് ഉണ്ടാകാം. ആ മറുസൈഡ് എന്താണെന്നും കോടതിക്ക് അറിയേണ്ടതുണ്ട്. ഹൈക്കോടതിയെ സംബന്ധിച്ച് ഇതിൻ്റെ മറുവശം എന്താണ്, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്, ഇനി ഫോറൻസിക്ക് വിളിച്ചു എന്തുകൊണ്ടായിരിക്കാം വിളിച്ചത്, ഇതിനെ സംബന്ധിച്ചിട്ട് മറുപക്ഷം മറുസൈഡും കൂടെ കോടതി പരിഗണിക്കുക. ഹൈക്കോടതി പരിഗണിച്ചതിന് ശേഷം അത് ബാലൻസ് ചെയ്തിട്ട് ഇതൊരു മാറ്റം ആവശ്യമാണോ എന്ന് നോക്കും. പക്ഷേ ഈ കേസിൽ ഞാൻ പറയുന്നത് ഇത്തരം കേസ് 376 സീരീസിൽ വരുന്ന കേസുകൾക്കൊക്കെ ഇത്തരം ഒരു ഗ്യാങ് റേപ്പിൻ്റെ സ്വഭാവമുള്ളൊരു മാറ്ററിൽ പിന്നെ കോടതി വിക്ടിമിൻ്റെ കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫെയർ ട്രയൽ നടന്നു, ഇമ്പാർഷ്യൽ ട്രയൽ നടന്നു എന്ന കോൺഫിഡൻസിന് വേണ്ടി മാത്രമെങ്കിലും ഇത് വേറൊരു കോടതിയിലേക്ക് അയക്കും, അതിന് തർക്കമില്ല. പിന്നെ നമ്മളിപ്പോൾ ഈ ഇൻ ക്യാമറയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് 17 വക്കീലന്മാർ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യം, ഒരു തർക്കവുമില്ല. ആ 17 വക്കീലന്മാരുടെ മുമ്പിൽ വെച്ച് വിഷ്വൽസ് വെച്ചു എന്ന് പറഞ്ഞാൽ, വീഡിയോസ് പ്ലേ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വല്ലാതെ ഡിമീൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്നു എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു, വിക്ടിം പറയുന്നു. എന്തുകൊണ്ട് അത് ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ മറുപടിയും പിന്നെ ഹൈക്കോടതിക്ക് കിട്ടേണ്ടതുണ്ട്. ആ മറുപടി എന്താണെന്ന് നമുക്ക് കേൾക്കാം. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനം വരട്ടെ. പിന്നെ ഞാൻ ഒരു വ്യക്തമായ ഒരു കാര്യം പറയാം. നമ്മൾ ഗ്യാഗ് ഓർഡർ അവിടെ നിൽക്കട്ടെ, ഗ്യാഗ് ഓർഡറും ഉണ്ട്. ഗ്യാഗ് ഓർഡറിനെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സെക്ഷൻ 327 തന്നെ നിൽക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു പരിധിക്കപ്പുറത്തേക്ക് എക്സീഡ് ചെയ്ത് നമ്മുടെ ലോ എബൈഡിങ് സിറ്റിസൺസ് എന്നുള്ള നിലയ്ക്ക് നിയമം പറഞ്ഞ കാര്യങ്ങളെ നിയമം ലംഘിക്കപ്പെടുന്ന തരത്തിലുള്ള ചർച്ചകളിലേക്ക് നമുക്ക് ഒരിക്കലും ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനെ കൊണ്ടുപോകാൻ പാടില്ല. അത് മോശപ്പെടുത്തുന്നത് വിക്ടിമിനെ തന്നെയാണ്. വിക്ടിമിനെ മോശപ്പെടുത്തുന്ന ഒരു കാര്യമായി അത് മാറുമെന്നതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ആ പോർഷൻ ഞാൻ വായിച്ചതാണ്. പക്ഷേ അത് ചർച്ചയിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്. പക്ഷെ നോക്കൂ, നമുക്ക് ഇതിലിപ്പോൾ കോടതിക്ക് മുന്നിലെത്തിയ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായ രേഖകൾ വെച്ച് മാത്രമേ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ചും ഇതൊരു രഹസ്യ വിചാരണ നടക്കുന്ന കേസാണ്, ഇരയുടെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതുണ്ട്. എന്നിരുന്നാൽ തന്നെയും കോടതിക്ക് മുന്നിലെത്തിയ പബ്ലിക് ഡൊമൈനിലെത്തിയ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. പലപ്പോഴും ദിലീപിന് അനുകൂലമായ നടപടികൾ സ്വീകരിക്കുന്നു, വേണ്ട രേഖകൾ ദിലീപ് എന്ത് ചോദിച്ചാലും അത് സാങ്ഷൻ ആക്കി കൊടുക്കുന്നു, പ്രധാനപ്പെട്ട രേഖകൾ നൽകുന്നു, അത് പ്രോസിക്യൂഷൻ അറിയുന്നില്ല, പ്രോസിക്യൂഷനെ ഇരുട്ടിൽ നിർത്തുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള അലിഗേഷൻ വരുന്നത് പ്രമാദമായ ഒരു കേസിൽ ഒരു പെൺകുട്ടി അത്രമേൽ പീഡിപ്പിക്കപ്പെടുകയും സംസ്ഥാനം അത്രമേൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കേസിലാണ് ഇത്രയും നിരുത്തരവാദപരമായി പെരുമാറുന്നത്. വിചാരണ കോടതി മാറുക എന്നതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുടെ ആവശ്യം, വിചാരണ കോടതി മാറുക എന്ന ഈ പെൺകുട്ടിയുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കപ്പെടാൻ പാകത്തിനുള്ളതല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ അഫിഡവിറ്റുകളൊക്കെ തന്നെയും ശ്രീ മുഹമ്മദ് ഷാ? തീർച്ചയായിട്ടും ഈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് സെക്ഷൻ 407 സബ്സെക്ഷൻ 1 A അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾക്കൊള്ളുന്ന അലിഗേഷൻസാണ് റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അലിഗേഷൻ കേട്ടാൽ ഉടൻ ഇന്ന് സ്റ്റേക്ക് പകരം വേണമെങ്കിൽ അലോ ചെയ്യാമായിരുന്നു അലിഗേഷൻ. പക്ഷേ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒരു മറുവശം എന്താണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഫസ്റ്റ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചുമുള്ള ആ ക്ലാരിഫിക്കേഷൻ കോടതി കിട്ടിയതിന് ശേഷം 407 കൊടുത്തിരിക്കുന്നത് തന്നെ ഇമ്പാർഷ്യൽ എൻക്വയറി ഉണ്ട്, ട്രയൽ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കോടതി എനിക്കൊരു 100% ഹൈക്കോടതി ഇത് വേറൊരു കോടതിയിലേക്ക് മാറ്റാനുള്ള വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് റിക്വയർഡുമാണ്. ഒരു നിയമപരമായുള്ള പരിജ്ഞാനത്തിന്റെ കുറവ് കൊണ്ടാണ്. അതായത് അങ്ങനെ വിചാരണ കോടതി മാറ്റുന്നൊരു ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ട്രയൽ ആരംഭിക്കുകയല്ലേ ആദ്യം മുതൽക്ക്? അങ്ങനെയാണ് നിലവിലുള്ള മൊഴി രേഖപ്പെടുത്തിയതിലുള്ള അവരുടെ ഗ്രീവൻസ് അവർ ഹൈക്കോടതിയിൽ റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സ്റ്റേജിൽ നിന്നും ട്രയൽ മുന്നോട്ട് പോകണം എന്നതും ഹൈക്കോടതിയുടെ തീരുമാനം എന്താണെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എവിടെ മുതൽ ട്രയൽ ചെയ്തോ ഫ്രഷ് ട്രയൽ തുടങ്ങേണ്ടതുണ്ടോ ഇതൊക്കെ ഹൈക്കോടതിയുടെ വിധിക്ക് പറയാൻ പറ്റും. ട്രാൻസ്ഫർ കേസിൽ ഹൈക്കോടതിക്ക് അതിലൊക്കെ തീരുമാനം എടുക്കാൻ സാധിക്കും. നോക്കൂ ശ്രീ ധന്യ, ഇത്രയധികം വർഷം 3 കഴിഞ്ഞിരിക്കുന്നു.
വീണ്ടും ഒരു ട്രയലിലേക്ക്, അതായത് ഇനിയും ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടില്ല, നമ്മൾ പറയല്ലോ ഡിലൈഡ് ജസ്റ്റിസ് ഇസ് ഡിനൈഡ് ജസ്റ്റിസ്, ആ ഒരു അവസ്ഥയിലേക്കൊക്കെയാണോ കാര്യങ്ങൾ പോകുന്നത്? വീണ്ടും ഒരു ട്രയലിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എത്ര കാലമാണ് നീതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരിക? നോക്ക്, ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന് ഓഫ്കോഴ്സ് ഡിലേ ഓഫ് ടൈം, അതായത് തീർച്ചയായും ഇപ്പൊ വീണ്ടും ഒരു ട്രയൽ തുടങ്ങുകയാണെങ്കിൽ ഈ എല്ലാ എനിക്കൊന്ന് ഈ കേസിൽ ഏകദേശം 500 വിറ്റ്നസ്സുകളിട്ടുണ്ട്, 300 വിറ്റ്നസ്സുകളിട്ടുണ്ട്. ഈ വിറ്റ്നസ്സുകളിൽ ഓൾമോസ്റ്റ് പകുതി പേരെ മാത്രമേ ഇവരേക്കും ക്രോസ് ക്വസ്റ്റ്യനിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ളൂ. അതെല്ലാം വീണ്ടും ചെയ്യേണ്ടതുണ്ടോ അതോ ചിലരെ മാത്രമേ ആവശ്യമുള്ളൂ? ഇതെല്ലാം കോടതി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഡിലേ ഓഫ് ടൈം എന്തായാലും ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതായത് ഈ കോടതി മാറ്റുകയാണ്, മറ്റൊരു കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായും ഡിലേ ഓഫ് ടൈം ഉണ്ടാവും. ഇനി രണ്ടാമത്തെ സെനാരിയോ, ഹൈക്കോടതി പറയുകയാണ് ഈ കോടതിയെ മാറ്റാൻ പറ്റില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസിക്യൂട്ടർ, ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസ് നടത്താതിരിക്കാനുള്ള സാധ്യതകളും ഇപ്പോൾ ഉണ്ട്. ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആക്ച്വലി ഈ സർവൈവറിനും സ്റ്റേറ്റിനും മുൻപ് അദ്ദേഹമാണ് ഒരു പെറ്റീഷൻ കൊടുത്തത് ഈ കോർട്ടിന് മുന്നിൽ, ഈ കോർട്ട് മുന്നിൽ വാദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് സെക്കൻഡ് സിനാരിയോ. അപ്പോഴും ഒരു ഡിലേ ഉണ്ടാകും. അതായത് SPP മാറുകയാണ്, മറ്റൊരു SPPയെ ഈ കേസിൽ നിയമിക്കണം, ആ SPP കേസ് പഠിക്കണം, അവിടെയും ഒരു ഡിലേ ഉണ്ടാകുമ്പോൾ. പക്ഷെ മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ കോടതിയിൽ ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ ഈ കോടതിയിൽ ഈ ഫുൾ ട്രയൽ വേഗം നടന്ന് ഡിസംബറിൽ ഒരു ജഡ്ജ്മെന്റ് വന്നിരുന്നുവെങ്കിൽ അത് ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആകും എന്ന് ഈ സർവൈവർക്ക് വിശ്വാസമില്ല. അങ്ങനെ ഇരിക്കെ ടൈം ഡസ് നോട്ട് മാറ്റർ ദെൻ, അല്ലെ? അതായത് അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഇഫ് ഷീ ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ജഡ്ജ്മെന്റ് വിച്ച് ഷീ ബിലീവ്സ് ഇസ് ഇംപാർഷ്യൽ, പിന്നെ സമയത്തിന്റെ പരിമിതി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെസർ പ്രോബ്ലം, അല്ലെ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് കൂടിയാണ് സർവൈവർ കോടതിയിലേക്ക് പോയത്. സമയം കൂടിയാലും വേണ്ടില്ല, അറ്റ്ലീസ്റ്റ് ട്രയൽ മര്യാദയ്ക്ക് നടക്കണം, there should be no impartiality. അതാണ് സർവൈവർ കോടതിയോട് പറയുന്നത്. ശരി, നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ, ദിലീപിനോട് സാക്ഷികളെ സ്വാധീനിക്കരുതെന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ ഒരു നിർണായക സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊരു ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. പ്രോസിക്യൂഷൻ തന്നെ ആ ആരോപണം ഉയർത്തുകയും ചെയ്തു. സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഈ കേസ് എവിടെ പോയി നിൽക്കും ശ്രീ മുഹമ്മദ് ഷാ? അല്ല, ആ ഒരു പോയിന്റിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ട്രയലിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ഇടവേള ബാബു 161 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ മൊഴി കോടതിയിൽ കൊടുക്കാൻ തർക്കമൊന്നുമില്ല, കോടതിയിൽ ഏത് വേണ്ടി വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ കോടതിയിൽ കൊടുക്കുന്ന മൊഴി സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ ട്രയൽ പൊളിഞ്ഞു പോകും. അതായത് പിന്നെ വളരെ സ്വാധീനമുള്ള അതിശക്തരായ സാമ്പത്തികമായി വളരെ നിലവാരത്തിലുള്ള പ്രതികൾ ഒരു സൈഡിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ വരുന്ന സാക്ഷികളിൽ പലരും സാധാരണക്കാരായ സാക്ഷികളാണ്. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ ഒക്കെ സാക്ഷിയെ പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നത്, അല്ലെ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് അതൊരു സീരിയസ് മാറ്ററാണ്. അതാണ് ട്രയലിനെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്നാണ് ഞാൻ കരുതുന്നത്. അത് സംബന്ധിച്ച് അവർ പിന്നെ ട്രയൽ കോർട്ടിൽ അവർ അറിയിച്ച് ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷൻ ആ സ്റ്റേജിൽ തന്നെ ഹൈക്കോടതിയിലേക്ക് പോകണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ശരിയായ രീതിയിൽ ട്രയൽ നടക്കുന്നതിന് പ്രതി പുറത്തു നിന്നാൽ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് അവർ കോടതിയിൽ പോകണമായിരുന്നു, തീർച്ചയായിട്ടും പോകണമായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഹൈ പൊട്ടൻഷ്യലുള്ള പ്രതികളുള്ളപ്പോൾ അവരിനി പുറത്തു നിന്നാലും അകത്തു നിന്നാലും സാക്ഷികൾ സ്വാധീനിക്കപ്പെട്ടേക്കാം. അപ്പോൾ സാക്ഷികളുടെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദാഹരണത്തിന് അതിനകത്ത് പറഞ്ഞു ഒരു പർട്ടിക്കുലർ ഡേയിൽ ഒരു സാക്ഷിയെ വിസ്തരിക്കാൻ വന്നു. ആ ഡേയിൽ കോടതി സമയം ചോദിക്കുകയാണ് പ്രതിയുടെ വക്കീൽ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ ഈ സാക്ഷിയെ സ്വാധീനിക്കാൻ വേണ്ടി. ഈ സാക്ഷി ഒരു കോൺസ്പിറസിയെ സംബന്ധിച്ച് വളരെ വൈറ്റലായ ഒരു സാക്ഷിയാണ്. ആ സാക്ഷിയെ അന്ന് തന്നെ വിസ്തരിക്കേണ്ടിയിരുന്നത് പ്രോസിക്യൂഷൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് തന്നെ വിസ്തരിച്ചില്ലെങ്കിൽ ആ സാക്ഷിയുടെ മൊഴിയിൽ സ്വാധീനിക്കപ്പെട്ടേക്കാം. വിക്ടിമിനോ പ്രോസിക്യൂഷനോ ഒന്നും ഓടി നടന്ന് സാക്ഷിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ പ്രതികൾക്ക് അതിനുള്ള സ്വാധീനം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധയോടെ കാണണം. അത് സ്റ്റേറ്റ് പോലീസ് ആണെങ്കിലും ശരി, അതിനെ സംബന്ധിച്ചപ്പോൾ ഈ സാക്ഷികൾക്ക് പ്രത്യേകമായ സംരക്ഷണം, സാക്ഷികൾ സ്വാധീനിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഭരണകക്ഷിയിലായാലും പ്രതിപക്ഷത്തായാലും പ്രതികൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലൗട്ടുണ്ട് എന്ന പ്രശ്നം അതൊരു വശത്ത്. ജനങ്ങളുടെ ഇടയിൽ തന്നെ പിന്നെ ഒരു ക്യാമ്പയിനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വിക്ടിമിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമുക്കെതിരെ പോലും അതിശക്തമായ വിക്ടിമിനെതിരെ പറഞ്ഞാൽ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനും അതിനുവേണ്ടി ഒരു പ്രത്യേക സംഘം ആളുകൾ അങ്ങനെ നടക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ നമുക്കിപ്പോൾ ഇന്നയാൾ ശിക്ഷിക്കപ്പെടണം എന്ന് നിർബന്ധ ബുദ്ധിയൊന്നുള്ള ആളുകളല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നുണ്ടോ, ആ ഇൻസിഡൻറ്റിൽ യഥാർത്ഥ പ്രതികൾ ആരാണ്, ആ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതിന് ഒരു ഫെയർ ട്രയൽ നടത്തുന്നതിന് ഇവരുടെ പ്രവൃത്തി തടസ്സമാകുന്നുണ്ടെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യണമെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യണം. അതിൽ കൂടെ ഹൈക്കോടതിയിലേക്ക് പോകണം. ഇപ്പോൾ ട്രാൻസ്ഫർ പെറ്റീഷൻ ആവശ്യപ്പെടാവുന്ന കാര്യമല്ല, അത് സെപ്പറേറ്റ് പെറ്റീഷൻ കൊടുത്തു തന്നെ അത് വേണമെങ്കിൽ അതിനാവശ്യപ്പെടണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർ തെളിയിക്കണം
സ്വാധീനിക്കപ്പെട്ടു, അല്ലെ സാക്ഷി സ്വാധീനിക്കപ്പെട്ടു, സാക്ഷി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നത് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അത്രേ ഉള്ളൂ. നോക്കൂ ധന്യ, ഈ വിഷയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ കൂടിയാണ്. നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺസ്പിരസി തെളിയിക്കുക, ഗൂഢാലോചന തെളിയിക്കുക എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ വസ്തുതകളിലൊന്ന്. അവിടെയാണ് ദിലീപ് എന്ന ആളിന്റെ പ്രാധാന്യം, അയാളുടെ മോട്ടീവ് ഒക്കെ തന്നെയും പ്രൂവ് ചെയ്യപ്പെടുക എന്നുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതൊക്കെ പ്രൂവ് ചെയ്യപ്പെടും എന്നൊരു പ്രത്യാശയ്ക്ക് വകയുണ്ടോ ധന്യ? നോക്കൂ, ഈ പറയുന്ന സാക്ഷി, ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഈ ഒരു സാക്ഷി, ഈ സാക്ഷിയുടെ പേരാണ് വാസുദേവൻ. ഇയാളാണ് ആക്ച്വലി ഈ ഒരു അതായത് പല മീറ്റിംഗുകൾ നടന്നു പൾസർ സുനിയും ദിലീപും തമ്മിൽ എന്നാണ് ഈ കോൺസ്പിരസി ആംഗിളിന്റെ കേസ് തന്നെ. ഈ ഒരു തൃശ്ശൂരിൽ നടന്ന ഒരു മീറ്റിംഗ് കണ്ട ഒരാളാണ്, ഒരു സാക്ഷിയാണ്. അറ്റ്ലീസ്റ്റ് അങ്ങനെയാണ് അയാൾ പോലീസിന് കൊടുത്ത മൊഴി. അയാൾ ഈ മീറ്റിംഗ് കണ്ടിരുന്നു, തൃശ്ശൂരിൽ നടന്ന ഈ മീറ്റിംഗ് കണ്ടിരുന്നു എന്ന്. ആ സാക്ഷിയാണ് എനിക്കൊന്ന് ഓഗസ്റ്റ് 28-നോ 27-നോ അദ്ദേഹം ഈ കോടതിയിൽ വന്നു. അദ്ദേഹം ആക്ച്വലി ഫസ്റ്റ് ഡേ തന്നെ മൊഴി അതായത് പകുതി വിചാരണ നടന്നു, പിന്നീട് 3 ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. സെപ്റ്റംബർ 1-ന് അദ്ദേഹം കോടതിയിൽ വരുമ്പോൾ കോടതിയുടെ അകത്തേക്ക് ഏതോ ഒരു വക്കീൽ അകത്ത് കയറി ഞാനാണ് ഈ സാക്ഷിയുടെ വക്കീൽ എന്ന് പറയുന്നു. ഈ സാക്ഷി പറയുന്നില്ല, എനിക്ക് ഇങ്ങനെ ഒരു വക്കീലില്ല എന്ന് പറഞ്ഞ് ജഡ്ജ് ഈ വക്കീലിനെ കോടതിയിലെ പുറത്തേക്ക് നിർത്തുന്നു. പിന്നെ ഈ വക്കീൽ ഉച്ചവരയ്ക്കും ഈ കോടതിയുടെ വെളിയിൽ നിൽക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ സാക്ഷി പുറത്തു വരുമ്പോൾ ഈ വക്കീൽ ഈ സാക്ഷിയെ ഒരു BMW കാറിൽ എടുത്തുപോയി. അടുത്ത ദിവസം ഈ സാക്ഷി കോടതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം മുൻപ് പറഞ്ഞ കാര്യം, അതായത് ഓൾറെഡി 2 പ്രാവശ്യം ഈ സാക്ഷിയുടെ വിസ്താരണ ചെറിയ തോതിൽ നടന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് സെപ്റ്റംബർ എനിക്കൊന്ന് 2-ാം തീയതി കോടതിയിൽ പറഞ്ഞു എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇത് എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് വെദർ ഇയാള് മൊഴി മാറ്റിയോ ഇല്ലയോ എന്നത് പ്രോസിക്യൂഷൻ പിന്നീട്, അതായത് അത് പിന്നീട് ചർച്ചയ്ക്ക് വന്നതുപോലും ഇല്ല. പ്രോസിക്യൂഷൻ ഉടനെ തന്നെ 4-5 ദിവസത്തിൽ ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് കോടതിയിൽ, ഇയാളുടെ ബെയില് ക്യാൻസൽ ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത്രയും ദിവസമായി ആ ഒരു പെറ്റീഷൻ പോലും 1-2 പ്രാവശ്യം അല്ലാതെ കൺസിഡർ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയ വ്യക്തി ഒരു കേസിൽ അക്യൂസ്ഡ് ആകുമ്പോൾ, ഇപ്പൊ നമ്മൾ കാണുന്നത് 2 കേസുകളാണല്ലേ കേരളത്തിൽ. ഞാൻ വീണ്ടും പറയുന്നു, ഫ്രാങ്കോവും ദിലീപ് കേസും. ആ കേസ് നമ്മൾ ഇതെല്ലാം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇതിനെ കുറിച്ച് റിപ്പോർട്ട് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു സിറ്റുവേഷനായിരുന്നു എല്ലാവരും ഇതുവരെയ്ക്കും. നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ, ധന്യ പറഞ്ഞത് വളരെ വലിയൊരു പോയിന്റ് അല്ലേ? പ്രത്യേകിച്ചും ടെന്നീസ് കോർട്ടിൽ വെച്ച് പൾസർ സുനിയും ദിലീപും തമ്മിൽ കണ്ടു എന്ന് പറഞ്ഞ മുഖ്യ സാക്ഷി സ്വാധീനിക്കപ്പെടുന്ന ഒരു നിലയുണ്ടാകുന്നു. ഇതിൽ പല സാക്ഷികളുടെയും കാര്യത്തിൽ മൊഴി മാറ്റുകയോ അല്ലെങ്കിൽ മൊഴി മൈൽഡാക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു ഈ ട്രയൽ വേളയിൽ. എവിടെയാണ് കോൺസ്പിറസി പ്രൂവ് ചെയ്യുക? ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കാണ് ഇതിനകത്ത് കോൺസ്പിറസി പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ഈ ഇൻവെസ്റ്റിഗേഷനിലുണ്ടായ ഏറ്റവും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷനിൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടോ എന്ന ക്വസ്റ്റ്യനിൽ മാത്രമായിരിക്കും. അവിടെയാണ് സാക്ഷികൾ സ്വാധീനിക്കപ്പെട്ടത് എങ്കിൽ അത് തന്നെ ഒരു സെപ്പറേറ്റ് ആയി അത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യം ഒരുക്കാൻ പാടില്ല. പിന്നെ കോൺസ്പിറസി ഇന്നയാൾ തന്നെ കൺസ്പയർ ചെയ്ത് ഇന്നയാൾ ചെയ്തു, ഇതിപ്പോൾ പോലീസിൻ്റെ ഒരു വെർഷനാണ് ഫൈനൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ആണ് എന്ന് നമ്മൾ സ്ഥാപിക്കാനല്ല. പക്ഷേ പോലീസ് പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന ഒരു ആ വിറ്റ്നസ് സ്വാധീനിക്കപ്പെടുന്നു. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു സാക്ഷിയെ എടുത്തുകൊണ്ട് പോയി അയാളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെങ്കിൽ അതാരോ വന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് കണ്ടെത്തണം. എന്താണ് സാക്ഷിയെ കൊണ്ടുപോകാനുള്ള, സാക്ഷിക്ക് അയാളുമായി നേരത്തെ ബന്ധമുണ്ടോ, അതാ ഈ സാക്ഷി പോലും ഡിനേ ചെയ്ത, സാക്ഷിയുടെ കൗൺസിലാണെന്ന് പറഞ്ഞ് സാക്ഷി ഡിനേ ചെയ്ത ഒരാൾ സാക്ഷിയും കൊണ്ടുപോകുന്നു, പിന്നീട് തിരിച്ചു വന്ന് മൊഴി മാറ്റി പറഞ്ഞു നമ്മൾ നോക്കണം. ആദ്യത്തെ മൊഴി മറ്റേതുമായിട്ടുള്ള വിഷയമുണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഒന്ന് ഞാൻ പറയാം, കോൺസ്പിറസിയിലേക്ക് ലിങ്ക് ചെയ്യുന്ന എന്തെല്ലാം തെളിവുകളുണ്ടോ, ഏതെല്ലാം സാക്ഷികളുണ്ടോ, അത് കുറച്ചുകൂടി മെറ്റിക്കുലസ് ആയിട്ട് വാച്ച് ചെയ്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ട്രയൽ നടത്തുന്നില്ലെങ്കിൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. മറ്റു കാര്യത്തിൽ ഇപ്പം ഡയറക്റ്റ്ലി ഇൻസിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻസിഡൻറ്റിൽ വന്നേക്കുന്ന പ്രതികളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ എവിഡൻസ് ഒക്കെ അതിനകത്തുണ്ട്, അവർ ശിക്ഷിക്കപ്പെടും. പക്ഷേ കോൺസ്പിറസിയിലേക്ക് എങ്ങനെ എത്തും? ഈ സാക്ഷികളൊക്കെ ആവശ്യമില്ലേ? അത് യഥാർത്ഥത്തിൽ പ്രതികളെ നമ്മൾ ശിക്ഷിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന പ്രിൻസിപ്പിളിലാണ് ഈ ട്രയൽ നടക്കുന്നത്, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അത് നിരപരാധിയാണോ എന്ന പരിശോധനയാണ് നടക്കുന്നത്. അയാൾ പ്രതി തന്നെയാണ് എന്ന് ഉറപ്പാക്കണം, അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അതുപോലെ അയാൾ നിരപരാധി. നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ, ഇതിൽ ദിലീപിനെതിരെ വലിയ രീതിയിൽ തന്നെ, പ്രത്യേകിച്ചും ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ
ഇപ്പോഴും വിധി വരാത്തൊരു കാര്യമാണ്, ഒരു കേസാണ്. എങ്കിൽ പോലും ദിലീപിനെ ഇങ്ങനെ സംശയമുനയിൽ തന്നെ നിർത്തേണ്ടി വരില്ലേ? അല്ലാതെ അയാൾ നിരപരാധിയാണോ എന്നൊരു ആനുകൂല്യമൊന്നും അവിടെ അയാൾക്ക് നൽകാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ചും മഞ്ജു വാര്യരുടേതായി നൽകിയിട്ടുള്ള മൊഴി, ഇയാളുടെ മോട്ടീവ് എന്ത്, അതായത് പ്രത്യേകിച്ചും ഇങ്ങനൊരു കോൺസ്പിറസിയിൽ മോട്ടീവ് എന്ത്, അയാളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത് എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെടുക എന്നുള്ളതാണല്ലോ പ്രധാനമായും. അതിനാവശ്യമുള്ള മൊഴികൾ പല ഘട്ടങ്ങളിലായി പലരും നൽകിയെങ്കിൽ പിന്നീട് ട്രയൽ വേളയിൽ അവരൊക്കെ തന്നെ ഈ മൊഴി മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മൾ അങ്ങനെ ഒരു നിരപരാധി ആണെങ്കിലോ എന്നൊരു സംശയത്തിന്റെ ആനുകൂല്യമൊക്കെ ദിലീപിന് നൽകേണ്ടതുണ്ടോ ശ്രീ മുഹമ്മദ് ഷാ? ദിലീപ് എന്നുള്ള ക്വസ്റ്റ്യൻ അല്ല അതിനകത്ത്. എപ്പോഴും നമ്മൾ ഒരു ട്രയൽ സ്റ്റേജിൽ ഒരു പ്രതിയെ നമ്മൾ ശിക്ഷിക്കുമ്പോൾ ആ പ്രതി നിരപരാധി ആണോ എന്ന് പേടിക്കണം. അങ്ങനെ പേടിച്ച് തന്നെ ട്രയൽ നടത്താൻ പറ്റുള്ളൂ. ഒരു ജുഡീഷ്യൽ ഓഫീസറെ സംബന്ധിച്ച് അത് ചിന്തിക്കേണ്ടതുണ്ട്. അത് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിമിനൽ സിസ്റ്റത്തിനെ മുഴുവൻ ബാധിക്കും. അത് ദിലീപ് ആയതുകൊണ്ട് ദിലീപിന് കൊടുക്കേണ്ടതില്ല, മറ്റൊരാളാണെങ്കിൽ കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാനും പാടില്ല. പക്ഷേ ഇവിടെ ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജിൽ പ്രതിയായി കൺസ്പയർ ചെയ്തത് ദിലീപാണെന്ന് പറയുന്നു. ആ ചാർജ് ഉള്ളത് കൊണ്ട് ആ ചാർജിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ, ആ മൊഴികൾ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആരാണ്? ആ മെഷീനറി ഏതാണ്? ആ മെഷീനറി അതിനോടൊപ്പം നിൽക്കണം. ഇപ്പോൾ മീഡിയയുടെ വിജിലൻസ് എന്ന് പറയുന്നത് ഒരു പുതിയ ഇഷ്യൂ. ഇപ്പം നമ്മൾ പുതിയ ഇഷ്യൂകളിലാണല്ലോ ഇവിടെ നിൽക്കുന്നത്. നമ്മൾ എത്രയോ കാലം ചർച്ച ചെയ്തൊരു പ്രശ്നമാണിത്. ഞാൻ തന്നെ ഈ സ്റ്റുഡിയോയിൽ എത്ര തവണ വന്നിട്ട് ചർച്ച ചെയ്താണ് ഈ ഇഷ്യൂ. എന്നാൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു 100-150 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന വേറൊരു ഇഷ്യൂ ആണ്. അപ്പം അത് വരുമ്പോൾ ഇതങ്ങ് പോയി, ആ വിജിലൻസ് നമുക്ക് പോകും. അപ്പോൾ ജനറൽ പബ്ലിക്കിനും ഇവിടുത്തെ പോലീസിംഗ് സിസ്റ്റത്തിനും ഒക്കെ ഒരു എറ്റേണൽ വിജിലൻസ് വേണം. ഇത്തരം കാര്യത്തിൽ നമ്മൾ ഒരു ട്രയലിൽ ശരിയായ വിധി പുറത്തു വരുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. ആരുടെയെങ്കിലും സ്വാധീനത്തിനോ ആരുടെയെങ്കിലും പ്രഷറിനോ ആരുടെയെങ്കിലും ഭീഷണിക്കോ വഴങ്ങി ഒരു സാക്ഷി മറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ, കേരളത്തിൽ അത് സാധിക്കാൻ പാടില്ല. മറ്റു പല സ്ഥലങ്ങളിലും നോക്കൂ ശ്രീ ധനരാജേന്ദ്രൻ, പ്രബലരായ പ്രതികൾ എത്തുമ്പോൾ നമ്മൾ അവിടെ ഒരു നിരപരാധിയാകുമോ എന്ന രീതിയിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ. സമൂഹത്തിൽ രണ്ട് രീതിയിലുള്ള ചർച്ചകൾ നടക്കും. പക്ഷെ അത് കുറച്ചുകൂടി പ്രബലരാണെങ്കിൽ, മസിൽ പവറും മണി പവറും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ നിരപരാധിയാകാനുള്ള സാധ്യതകളില്ലേ? ഇപ്പോഴത്തെ വാദിഭാഗത്ത് നിൽക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ആ ഒരു പ്രചരണത്തിന് ശക്തി കൂടുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും സിനിമാ മേഖലയിലുള്ള പലരും തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ പെൺകുട്ടിയെ ഡിമോറലൈസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ. അങ്ങനെയൊക്കെ ഒരു ആനുകൂല്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് ശ്രീ ധന്യ? ഇല്ല, അത് ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി എന്നൊരു തത്വത്തിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് ദിലീപ് ആയാലും അക്യൂസ്ഡ് ആരായാലും തന്നെ അത് കോടതിയിൽ പ്രൂവ് ചെയ്യുന്നത് വരെ നമ്മൾ അദ്ദേഹത്തിനെയോ അല്ലെങ്കിൽ ഏത് അക്യൂസ്ഡിനെയും ഇന്നസെന്റ് ആയി ബിലീവ് ചെയ്യണം. പക്ഷെ എനിക്കിവിടെ പറയാനുള്ള രണ്ട് കാര്യമാണ്. ഒന്ന്, വക്കീൽ പറഞ്ഞ പോലെ മീഡിയ വിജിലൻസ്, പബ്ലിക് വിജിലൻസ് അല്ലെങ്കിൽ പോലീസ് വിജിലൻസ് ഈ കേസിൽ എങ്ങനെ ഉണ്ടാവാനാണ് ഈ വിജിലൻസ് ഒക്കെ? ഫോർ എക്സാമ്പിൾ, ഗാഗ് ഓർഡർ ഉണ്ടായിരുന്നു ഈ കേസിൽ. ഈ ദിലീപിന്റെ ബെയിൽ ക്യാൻസൽ ചെയ്യാനുള്ള പെറ്റീഷനിൽ 4 വിറ്റ്നസുകളെ കുറിച്ച് കൃത്യമായി സംസാരിക്കുന്നുണ്ട്. അതായത് ഒരു വിറ്റ്നസിന് സിനിമകളിൽ ചാൻസ് കൊടുത്ത കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ വിറ്റ്നസിന്റെ കാര്യത്തിൽ അദ്ദേഹത്തെ ഒരു കാറിൽ കൊണ്ടുപോയി CCTV ഫുട്ടേജ് ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരുന്നില്ല. ചെറുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ അതിനെക്കുറിച്ച് വന്നതും ഉടനെ തന്നെ അതിന്മേൽ വീണ്ടും കേസുകൾ വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത്, ഒരു ട്രയൽ ജഡ്ജ് നിപുൺ സക്സേന സുപ്രീം കോടതി കേസ് ഉപയോഗിച്ച് ഗാഗ് ഓർഡർ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ when the trial is going against the interest of the survivor എങ്ങനെയാണ് നമ്മൾ ആ വിജിലൻസ് ബിൽഡപ്പ് ചെയ്യേണ്ടത്? എനിക്ക് ശരിക്കും ആസ് എ റിപ്പോർട്ടർ, ആസ് എ ജേർണലിസ്റ്റ് എന്നെ വളരെ പെർപ്ലെക്സ് ഒരു കേസ് ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പലരും ഒരുമിച്ച് വന്ന് ഞങ്ങൾ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഞങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചത്. ഇത്തരം ഗാഗ് ഓർഡേഴ്സ്, അതായത് അക്യൂസ്ഡിന്റെ റിക്വസ്റ്റിൽ കൊടുക്കുന്ന ഗാഗ് ഓർഡേഴ്സ് ശരിയല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഈ പ്രോസിക്യൂഷനിൽ പലരുമായി ഞാൻ സംസാരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ SPPയുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞത്, ഞങ്ങൾക്ക് വീണ്ടും ഒരു വാളയാർ പ്രോസിക്യൂട്ടർ ആകാൻ താല്പര്യമില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ, വാളയാർ കേസിൽ ആ ജഡ്ജ്മെന്റ് വന്ന ശേഷമാണ് നമുക്ക് ഒരുപാട് പേർക്ക് മനസ്സിലായത് ആ കേസിൽ എത്രയോ പേർ, അതായത് അതൊരു ഫാമിലിയിൽ തന്നെ നടന്ന പ്രശ്നം, ഒരു ക്രൈം ആയതുകൊണ്ട് ഫാമിലിയിൽ തന്നെ ഒരുപാട് പേർ മാറ്റി പറയുന്ന ഒരു അവസ്ഥയുണ്ടായി, അല്ലെ? അല്ല സോറി, ഞാൻ പറഞ്ഞ ആ ഒരു സ്ത്രീയെ അവരുടെ അച്ഛൻ കൊന്നൊരു കേസ്, അഖില എന്നാണ് അവരുടെ പേര്. അതിൽ എല്ലാവരും തന്നെ, ആ ഫാമിലി എല്ലാവരും തന്നെ മാറ്റി പറഞ്ഞു, അല്ലെ, ആ കേസ്. പക്ഷെ നമ്മൾ ആരും അതിനെക്കുറിച്ച്, ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് റിപ്പോർട്ടിംഗ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ആ പബ്ലിക് വിജിലൻസ് അതിനെക്കുറിച്ച് വളരെ കുറവായിരുന്നു. ഈ പ്രോസിക്യൂട്ടേഴ്സ് പറയുന്നത്, ഞങ്ങൾക്ക് വീണ്ടും, അതായത് ഒരു വാളയാർ കേസ് പോലെയോ അല്ലെങ്കിൽ മറ്റേ കേസ് പോലെയോ
പിന്നീട് ജനങ്ങൾ വിരൽ ചൂണ്ടിക്കാട്ടുന്നത് നിങ്ങൾ എന്ത് ചെയ്തു ആസ് എ പ്രോസിക്യൂഷൻ എന്ന് ഞങ്ങളുടെ മേൽ ആൾക്കാർ ചോദ്യം ചോദിക്കുന്ന ഒരു വി ഡോണ്ട് വാണ്ട് എ സർക്കംസ്റ്റൻസ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ ട്രയൽ കോടതിയിൽ ഇതുപോലെ ഈ ട്രയൽ കണ്ടിന്യൂ ചെയ്താൽ ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന വിശ്വാസമില്ല എന്ന്. അത് എനിക്ക് തോന്നുന്നു ആ ഒരു പിന്നെ സർവൈവറും അത് പറഞ്ഞത് കൊണ്ട് തന്നെ ഹൈക്കോടതി തീർച്ചയായും ഇത് സീരിയസ് ആയി കൺസിഡർ എന്ന് മാത്രമല്ല ഒരു ജഡ്ജിനെ നമ്മൾ ഓൺലി ഓൺ ദ ബേസ് ഓഫ് ജെൻഡർ, അതായത് ഒരു വുമൺ ജഡ്ജ് വേണം ഒരു സെക്ഷൽ വയലൻസ് കേസിന് എന്നൊരു കോൺസെപ്റ്റ് ഇല്ലേ, അതിന് നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യം കൂടി ഇവിടെ ഉണ്ട്. അതെ, നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ, അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. പ്രത്യേകിച്ചും വനിതാ ജഡ്ജി ആയിരിക്കണം ഈ വിചാരണ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ആവശ്യമായിരുന്നു. അത് പ്രകാരമാണ് ഒരു ജഡ്ജി എത്തുന്നത്. പക്ഷേ ആ ജഡ്ജിയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ രീതിയിലുള്ള ഹരാസ്മെന്റ് ഉണ്ടാകുന്നു. ദിലീപിന്, പ്രതിയാക്കപ്പെട്ട ദിലീപിന് ആവശ്യമുള്ള ഫേവറുകളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള രേഖകളാണ്. അതായത് ആ പെൺകുട്ടി നൽകിയ ഹർജിയിൽ, സർക്കാർ നൽകിയ അഫിഡവിറ്റിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. എന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു, രഹസ്യ വിചാരണയുടെ സ്വഭാവം തന്നെ ഇല്ലാതാക്കുന്നു, ദിലീപ് എന്താവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാലും അത് അംഗീകരിച്ചു കൊടുക്കുന്നു. നമ്മൾ ജുഡീഷ്യറിയിലൊക്കെ ഉള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, ഈ വിശ്വാസത്തെയാണ് പലപ്പോഴും ആശ്രയിക്കുക സാധാരണ മനുഷ്യൻ. അവിടെയൊക്കെ ഇത് ചോദ്യം ചെയ്യപ്പെടുകയല്ലേ ശ്രീ മുഹമ്മദ് ഷാ? അല്ലേ, 376 സീരീസിൽ വരുന്ന ഇൻ ക്യാമറ ട്രയലിലൊക്കെ സ്റ്റാറ്റ്യൂട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വനിതാ ജഡ്ജി വേണമെന്ന തരത്തിലുള്ള പ്രൊവിഷൻ CRPCയിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വനിതാ ജഡ്ജി വരുന്നു, ആ വനിതാ ജഡ്ജി പിന്നെ പ്രതിക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു എന്നാണ് വിക്ടിമിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ആക്ഷേപം. അതാണ്. അപ്പോൾ വിക്ടിം ആ പറഞ്ഞതിന് വിക്ടിമിന് ചില റീസൺസ് ഒക്കെ ഉണ്ട്, അത് മാത്രമല്ല പ്രോസിക്യൂഷനും ചില റീസൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്തൊരു ജഡ്ജ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ജഡ്ജ് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട്, ജഡ്ജ് സ്വാധീനിക്കപ്പെട്ടോ അല്ല ജഡ്ജ് ബയസ്ഡായോ എന്ന ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഞാൻ പറഞ്ഞു, ഒരു ജഡ്ജിനെതിരെ നമ്മൾ പറയുമ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കും. ഇപ്പോൾ പ്രതികൾക്കെതിരെയോ അല്ലെങ്കിൽ വിക്ടിമിനെതിരെ പോലും ആരോപണം ഉന്നയിച്ചാൽ അവർക്കത് ഡിഫൻസിലൂടെ പറയാൻ സാധിക്കും. അത് പറയാൻ സാധിക്കാത്ത ആളുകൾ ജുഡീഷ്യറിൽ നമുക്ക് ശരിയാണ്, ഇപ്പോൾ അവർക്ക് പറയാൻ പബ്ലിക് പ്ലാറ്റ്ഫോം ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ അവർ പെരുമാറി എന്നുള്ളത് ഈ പെൺകുട്ടി സമർപ്പിക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ്, അല്ലെങ്കിൽ സർക്കാർ സമർപ്പിക്കുന്ന ഒരു അഫിഡവിറ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒന്നും അല്ല എങ്കിൽ, അതായത് അവർ കളവ് പറഞ്ഞു എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ തരമില്ലല്ലോ ശ്രീ മുഹമ്മദ്. അല്ല, പെൺകുട്ടി വിക്ടിമിൻ ഈസ് ഹാവിങ് എ ഫീലിംഗ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് എ ഫെയർ ട്രയൽ അന്ന് കിട്ടുന്നു തോന്നുന്നു എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ ഇഷ്യൂ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ ഇതൊക്കെ രണ്ട് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, അങ്ങനെ പെൺകുട്ടി പറഞ്ഞ വിക്ടിം പറഞ്ഞതെല്ലാം സംഭവിച്ചു എന്ന് കരുതാം. സംഭവിച്ചു എങ്കിൽ ഇത് മാറ്റണം, നമ്മൾ എന്താ പറഞ്ഞ് പുതിയ കോടതിയിലേക്ക് മാറ്റണം. ഇനി കുട്ടിക്ക് അങ്ങനെ തോന്നിയതാണ്, അല്ലെങ്കിൽ വേറെ പ്രോസിക്യൂഷൻ അങ്ങനെ തോന്നിയതാണ്, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഒരു വല്ലാത്ത ഒരു ഇമോഷണൽ ആയിട്ടൊരു കേസിനെ കാണുമ്പോൾ ചിലപ്പോൾ കോടതി ചോദിച്ചപ്പോൾ അങ്ങനെ തോന്നിയതാണെങ്കിലും ശരി, ട്രയൽ അവിടുന്ന് മാറ്റണം. അതിൻ്റെ കാരണം വിക്ടിമിന് ഒരു കോൺഫിഡൻസ് കിട്ടണം, അതായത് എനിക്കൊരു ഫെയർ ട്രയൽ കിട്ടി, എനിക്കൊരു ജസ്റ്റിസ് കിട്ടി എന്നുള്ള കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കണം. നമ്മളിപ്പോൾ നിർഭയ കേസിന് ശേഷം നമ്മൾ രാജ്യത്തുണ്ടാക്കുന്ന നിയമങ്ങളുടെ എല്ലാം മാറ്റം, ഇൻവെസ്റ്റിഗേഷൻ, ഇപ്പോൾ അവസാനം ഹത്രാസ് കേസിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ MOHന്റെ പുതിയ ഗൈഡ് ലൈൻസ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വിക്ടിം സൈഡിൽ അവർക്ക് നീതി ലഭിച്ചു എന്ന് ഉറപ്പാക്കുന്നത് ജനാധിപത്യത്തിൻ്റെ റിക്വയർമെൻ്റാണ്. ആ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനാണെങ്കിലും ശരി, ഫെയർ ട്രയൽ കിട്ടുന്നില്ല എന്ന് വിക്ടിം പറയുന്ന മൊമെൻറ്റിൽ അത് വെറുതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പറയുന്നതല്ല. ഞാൻ പറയും ഇന്ന് മാറ്റി നാളെ വേറെ മാറ്റണമെന്ന് പറയുമ്പോഴല്ല, ഫെയർ ട്രയൽ അല്ല എന്ന് ജെനുവിനായി പറയുന്നു എന്ന് കോടതിക്ക് തോന്നിയാൽ അത് മാത്രം മതി അത് മാറ്റാൻ വേണ്ടി. നോക്കൂ ധന്യ, ഇതിൽ ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ്. വിചാരണ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നതാണ് ധന്യ ഉൾപ്പെടെ ഉള്ളവരുടെ പക്ഷം. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു കോടതിയിലേക്ക് മാറിയാൽ തന്നെ, ഇപ്പോൾ ജഡ്ജിയുടെ ഒരു പോർഷൻ എടുത്താൽ മറ്റ് മൊഴികൾ, സാഹചര്യ തെളിവുകൾ, ഇതൊക്കെ തന്നെയും ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ പര്യാപ്തമായ തെളിവുകളായി അവശേഷിക്കുന്നുണ്ടോ? അതായത് എനിക്കൊരു അഭിപ്രായം ഇല്ല ട്രയൽ കോർട്ടിൽ ഇവർക്ക് നീതി ലഭിക്കുമോ എന്ന്. ഞാൻ ഈ സർവൈവറിന്റെ പെറ്റീഷന്റെ ബേസിലാണ് പറയുന്നത്. സർവൈവർ വിചാരിക്കുന്നു അവർക്ക് നീതി ലഭിക്കില്ല എന്ന്. സർവൈവർ ആണല്ലോ ഇവിടുത്തെ ഏക ഇൻട്രസ്റ്റ് പാർട്ടി. അതായത് ആർക്കാണ് നീതി ലഭിക്കേണ്ടത്, അത് ആ പെൺകുട്ടിക്കാണ്. അവർ കരുതുന്നു അവർക്ക് നീതി ലഭിക്കില്ല എന്ന്. അതിനപ്പുറം അഭിപ്രായം എനിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ കേസിൽ തെളിവുകളുണ്ടോ? തീർച്ചയായിട്ടും അതായത് പൾസർ സുനി ഉൾപ്പെടെയുള്ള എല്ലാ അക്യൂസിനെതിരെയും വീഡിയോ എവിഡൻസ് തന്നെ ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് മറ്റു സെക്ഷൽ വയലൻസ് കേസുകളെ പോലെ അല്ല, അവർക്കെതിരെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് തെളിവുണ്ട്. കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ മാത്രമാണ് ഈ കേസിൽ കുറച്ച് ബുദ്ധിമുട്ടാവുക. എന്തെന്നാൽ ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ കൗസല്യ ശങ്കർ, വളരെ കേരളത്തിൽ എല്ലാവരും ഫോളോ ചെയ്ത കേസായിരിക്കും. അതായത് ശങ്കർ എന്നൊരു ദളിത് യുവാവിനെ കൗസല്യയുടെ അച്ഛനും അമ്മയും പറഞ്ഞ് കൊന്നു എന്നായിരുന്നു കേസ്. ട്രയൽ കോടതിയിൽ ആക്ച്വലി അവരെ ശിക്ഷിക്കുകയും ചെയ്തു.
എന്നാൽ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ അച്ഛനെ വെറുതെ വിടുകയും ചെയ്തു. അപ്പൊ അതായത് അവിടെയൊക്കെ ഒരു ഡയറക്റ്റ് എനിമിറ്റി ഉണ്ട്. അതായത് ഈ അച്ഛനും ഈ ദളിത് യുവാവും തമ്മിൽ ഡയറക്റ്റ് എനിമിറ്റി ഉണ്ട്. പല പ്രാവശ്യം അവരെ വിരട്ടിയതായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. അത് മാത്രമല്ല അദ്ദേഹം ഈ കൊന്ന ആൾക്കാരുമായിട്ട് ഇൻ കോൺടാക്ട് ആയിരുന്നു എന്നെല്ലാം പ്രോസിക്യൂഷൻ കോടതിയോട് പറഞ്ഞിട്ട് പോലും കോൺസ്പിറസി ഫുൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു കേസിൽ പോലും കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ഫ്രജൈൽ ആയിട്ടുള്ള കേസാണ്. ഇതിൽ കോൺസ്പിറസി പ്രൂവ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നു ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ്. പിന്നെ ഞാൻ ഈ പല പെറ്റീഷനുകൾ വായിച്ചപ്പോൾ, അതായത് കേരള സർക്കാർ ഈ ദിലീപ് വിഷ്വൽസ് ചോദിച്ച് പല പ്രാവശ്യം കോടതിയിൽ പോയിരുന്നല്ലോ. അപ്പൊ ആ പെറ്റീഷൻസ് എല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവർക്ക് എന്തൊക്കെയോ ഫോൺ റെക്കോർഡുകൾ ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് ഈ ആൾക്കാരെ വിളിച്ചതായും ഇതിനു മുമ്പ് ഗോവയിൽ നിന്ന് ഒരു അറ്റംപ്റ്റ് നടന്നു, അപ്പോൾ കുറെ കോൾ റെക്കോർഡ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അതെല്ലാം പ്രൂവ് ചെയ്താൽ മാത്രമേ ഈ കോൺസ്പിറസി ആംഗിൾ ആക്ച്വലി ഈ കേസിൽ പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ, അതായത് ഓൾറെഡി കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ കോടതിയിൽ നിന്ന് ഒരു ബയസ്ഡ് ആൻഡ് ഹോസ്റ്റൈൽ ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇവർ ഭയക്കുന്നത്. ശരിയാണ്. അതാണ് ഇപ്പോൾ ധന്യ പറഞ്ഞ ഒരു പോയിന്റ്. അതായത് കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കേസ്, അവിടെ ജഡ്ജിയുടെ ഭാഗത്തുനിന്ന് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പറായ സഹകരണമോ അല്ലെങ്കിൽ അവർ നിഷ്പക്ഷമായാണ് പെരുമാറുന്നത് എന്നൊരു തോന്നലോ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ ശ്രീ മുഹമ്മദ് ഷാ? അല്ല, ആ അലിഗേഷന് പ്രാധാന്യമുണ്ട്. കാരണം കോൺസ്പിറസിയിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ പിന്നെ ഇതിനകത്ത് കോൺസ്പിറസി ഇല്ല എന്ന രീതിയിൽ ക്ലോസ് ചെയ്ത ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. സബ്സിക്വൻ്റ് ആയിട്ട് നമ്മൾ പൊതുസമൂഹം ഉയർത്തി ഈ വിഷയം കൊണ്ട്, പ്രത്യേകിച്ച് മീഡിയാസും ഈ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ശക്തമായി മുന്നോട്ട് വന്നു. അത് നമ്മളൊക്കെ തന്നെ ഇവിടെ നിന്ന് ചർച്ച ചെയ്ത് ഇനി കോൺസ്പിറസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വരെ വന്നതല്ലേ, അതിനകത്ത് വേറെ ആരുമില്ല എന്ന രീതിയിൽ വന്നു. അതെല്ലാം വന്നതിന് ശേഷം സബ്സിക്വൻ്റ് ആയിട്ടാണ് ഇത് കോൺസ്പിറസിയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു, അതിനെ ഒരു അറസ്റ്റിലേക്ക് എത്തുന്നു, ആദ്യം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അതിനുശേഷം ഈ ഡിലേ പോലും കോൺസ്പിറസിയുടെ ഇൻവെസ്റ്റിഗേഷനെ ബാധിച്ചിട്ടുണ്ടാകാം. കാരണം കോൺസ്പിറസി തിയറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന സാക്ഷികളെയൊക്കെ ആ സ്റ്റേജിൽ തന്നെ അവരെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെ ഒരു കേസിൽ കൊടുത്ത ഒരു ഫൈനൽ റിപ്പോർട്ടാണ്. ആ ഫൈനൽ റിപ്പോർട്ടിൽ കോൺസ്പിറസി ആംഗിളിലേക്ക് പറയുമ്പോൾ, ഉദാഹരണത്തിന് മഞ്ജു വാര്യർ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞതും കോൺസ്പിറസി തിയറിയിലേക്ക് ലീഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. അല്ല, നോക്കൂ, ഇതിൽ മഞ്ജു വാര്യരുടേതാണല്ലോ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രത്യേകിച്ച് മഞ്ജു വാര്യർ ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാളാണ്. അപ്പോൾ മഞ്ജു വാര്യരുടെ പ്രധാനപ്പെട്ട മൊഴികൾ, തന്റെ മകളെ ഉപയോഗിച്ച് തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെയുള്ള മൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള അലിഗേഷൻ എത്രത്തോളം ഗൗരവമുള്ളതാണ് ശ്രീ മുഹമ്മദ്? ഇതിന്റെ മറുസൈഡ് വാദിക്കുമ്പോൾ അവരെടുക്കാൻ പോകുന്ന ഒരു ഡിഫൻസ് എന്താണെന്ന് വെച്ചാൽ, മഞ്ജു വാര്യറിനെ എപ്പോഴും കാണുന്ന ഒരു ആംഗിള്, മഞ്ജു വാര്യർ അതർവൈസ് ഓൾസോ ഇതിൽ ദിലീപിനെതിരെയുള്ള പിന്നെ ഗ്രീവൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ആ പുള്ളിക്കാരുടെ മൊഴിക്ക് എപ്പോഴും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടാകും. അപ്പോൾ ആ ലിമിറ്റേഷൻ അല്ല, നോക്കൂ, ഇതിന്റെ മോട്ടീവ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഈ ഭാമ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ അതിലൊരു മോട്ടീവിന്റെ സ്പാർക്ക് കിടപ്പുണ്ടല്ലോ. അവളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും, എന്റെ കുടുംബം നശിപ്പിച്ചതാണ് അവൾ എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് വിരോധത്തിന്റെ റീസൺ എന്നുള്ളതിന്റെ ഒരു മോട്ടീവ് പ്രൂവ് ചെയ്യുന്നത് അവിടെയൊക്കെയാണല്ലോ. സ്വാഭാവികമായും മഞ്ജു വാര്യരുടെ മൊഴിക്ക് അവിടെ എപ്പോഴാണ് ലിമിറ്റേഷൻസ് ഉണ്ടാവുക ശ്രീ മുഹമ്മദ്? അല്ല, ഞാൻ പറഞ്ഞത് പ്രതിഭാഗത്തിന്റെ വാദം, അവർ റേസ് ചെയ്യുന്ന പോയിന്റ്, ഓരോ സാക്ഷിയുടെയും മൊഴി ഇത്തരം ഒരു മൊഴിയിലേക്ക് ലീഡ് ചെയ്യുന്നതിൻ്റെ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചില ആളുകൾ, നമുക്കൊരാളോട് വിരോധമുണ്ടെങ്കിൽ ആ വിരോധമുള്ള ആൾക്കെതിരെ കൊടുക്കാവുന്ന മൊഴികൾ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു അഡീഷൻ കൊടുത്തിട്ടൊരു മൊഴി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇത്രയും വരെ സംഭവിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ പറഞ്ഞ് എന്നുള്ള വാശിക്കാണെന്ന് പറയും. ഒരു ഇൻഡിപെൻഡൻറ്റ് വിറ്റ്നസ് വരുമ്പോൾ യാതൊരു തരത്തിലും ഇയാളോട് ബന്ധമില്ല. ഉദാഹരണത്തിന് കോൺസ്പിറസി കണ്ട ഒരാൾ, ഒരു സാധാരണക്കാരൻ ഒരാൾ കണ്ടു എന്ന് വെക്കുക. ആ കണ്ടയാൾക്ക് രണ്ടുപേരോട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല. ആ സാക്ഷിക്ക് കുറച്ചുകൂടി, അതാ പറഞ്ഞ ലിമിറ്റേഷൻ എന്ന് ഞാൻ പറഞ്ഞ, ആ സാക്ഷിക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല. ആ സാക്ഷിയാണ് എടുത്തുകൊണ്ട് പോയതെങ്കിൽ, ആ സാക്ഷിയാണ് സ്വാധീനിച്ചതെങ്കിൽ അത് ഫെയ്റ്റലാണ്. അത്തരം സാക്ഷികൾ റിക്വയർഡ് ആണ് ഈ കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ അവിടെ ആണ് ഇവരുടെ ഈ ആരോപണത്തിൻ്റെ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോടതി എന്തായാലും മാറ്റപ്പെടും, പുതിയ കോടതിയിലേക്ക് തന്നെ ആയിരിക്കും ട്രയൽ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചതിൻ്റെ കാര്യം. ഇത് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ ഈ ചാർജിലെ കോൺസ്പിറസി ആംഗിളിലുള്ള ഫീബിൾനെസ്സും അതിനോടൊപ്പം കോടതിയുടെ ആറ്റിറ്റ്യൂഡ് ഹോസ്റ്റൈലാണ്, ഞങ്ങൾക്കെതിരാണ് എന്ന വിക്ടിമിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും അസർട്ട് ചെയ്തിട്ടുള്ള അഫിഡവിറ്റും വരുമ്പോൾ ഡെഫിനറ്റായിട്ടും
ഒരു ഫെയർ ട്രയൽ വേണമെങ്കിൽ പുതിയ കോടതിയിലേക്ക് പോയേ മതിയാവും. നോക്കൂ ധന്യ, ഇപ്പോൾ ഈ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതായത് പ്രത്യേകിച്ചും ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെടുകയും അവൾ വളരെ ശക്തമായി തന്നെ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ടാസ്കുകൾ ചെറുതൊന്നുമല്ല എന്നൊരു മെസ്സേജ് അല്ലേ ഇത്തരത്തിൽ വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നടപടികൾ ഉണ്ടായെങ്കിൽ നൽകുക? ഇത് വിചാരണ കോടതിയുടെ നടപടികൾ മാത്രമല്ല, ഈ കേസ് ഒന്ന് ആലോചിച്ചു. ഫെബ്രുവരി 2017 നടന്നൊരു കേസാണിത്. അതായത് ഇതിപ്പോ ദിലീപ് കോൺട്രാക്ട് കൊടുത്താലും ശരി, ഇത് ഏത് രീതിയിലുള്ള കോൺസ്പിറസി നടന്നൊരു കേസാണെങ്കിലും ഇത് ചെയ്തവൻ എന്താണ് വിചാരിച്ചത്, ഈ പെൺകുട്ടി പോലീസിനോട് പോയി കംപ്ലൈന്റ് ചെയ്യില്ല, എന്തെന്നാൽ അവര് സെലിബ്രിറ്റി ആയതുകൊണ്ട്. എന്നാൽ പോലും ധൈര്യത്തെ മുന്നോട്ട് വന്ന് കംപ്ലൈന്റ് കൊടുത്തു. 2017 ഓൾമോസ്റ്റ് 3.5 വർഷം, അതായത് 4 വർഷം ആവാൻ പോവുകയാണ് 2021. 4 വർഷമായി എത്ര പ്രാവശ്യമാണ് ഓരോരോ പെറ്റീഷൻ, എനിക്ക് തോന്നുന്നു ദിലീപ് ഓൾമോസ്റ്റ് 10 to 14 പെറ്റീഷനാണ് ഈ കേസിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യം ഈ എന്താണ് ഓഡിയോ വേണം, പിന്നെ വീഡിയോ വേണം, പൾസർ സുനിയുടെ കേസ് എന്റെ കേസുമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അങ്ങനെ എത്രയോ പെറ്റീഷനുകളാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ദിലീപ് കൊടുത്തിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഈ വിക്ടിമിന്, ഈ സർവൈവർക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് ഓൾമോസ്റ്റ് 3 years എടുത്തു ഈ കേസ് ഒരു ട്രയൽ തുടങ്ങാൻ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പ്രാവശ്യമാണ് പെറ്റീഷനുകൾ. അതും ചില പെറ്റീഷൻസ് ഒക്കെ വളരെ, അതായത് ഈ വിഷ്വൽ വേണം എന്ന് പറഞ്ഞ് ദിലീപ് കോടതിയിൽ കൊടുത്ത പെറ്റീഷനൊക്കെ വളരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്ന ഒരു പെറ്റീഷനാണ് സുപ്രീം കോടതിയിൽ ആക്ഷൻ ദിലീപ് കൊടുത്തിരുന്നത്. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ഓരോ പ്രാവശ്യം അല്ലേ, ലൈക് ഷീ ഫീൽസ് വിക്ടിമൈസ്ഡ് അഗൈൻ ആൻഡ് അഗൈൻ. പിന്നീട് ഈ കേസ് അവസാനം ട്രയൽ സ്റ്റേജിലെത്തി കോടതിയിൽ തുടങ്ങുന്നു. ആ സമയം വെൻ ദർ ഇസ് നോ ഹോപ്പ്, അതായത് ഈ വിക്ടിമിന് തോന്നുകയാണ് ഇല്ല ഇത് ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയൺമെന്റ് ആണെന്ന് വെച്ചാൽ തീർച്ചയായും ഇത് ഡിസപ്പോയിന്റിംഗ് ആണ്. 4 വർഷമായിട്ട് ഇത്രയും പബ്ലിക് ഗ്ലെയർ ഉള്ള ഒരു കേസ്, അതിനു പോലും ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ടല്ലോ. അതായത് പലപ്പോഴും എന്താണ് പോലീസ് മൊഴിയെടുക്കുന്നത്, ആ സാക്ഷികളൊന്നും അതെല്ലാം എന്ന് പറയുന്നത് കോടതിയിൽ മറ്റൊന്നാണ്. എത്രയോ കേസുകൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ പ്രോസിക്യൂഷന് അവർക്ക് ഫേവറബിൾ ആയിട്ട് വിധി കിട്ടാത്തത്. ഇത് ഇത്രയും പബ്ലിക് ഗ്ലെയർ ഉള്ള ഒരു കേസിൽ പോലും ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ. അതായത് ഈ സർവൈവറിന്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്നത് എവറിബഡി, അവരെല്ലാവരും വളരെ ഡിസപ്പോയിന്റഡ് ആണ്, എസ്പെഷ്യലി ദ സർവൈവർ. എന്നാൽ ഇത് എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ. അതായത് സ്വന്തം സെക്ഷൽ അസോൾട്ടിന്റെ വിഷ്വൽസ് കോടതിയിൽ എക്സിബിറ്റ് ചെയ്യുന്നതും അത് മറ്റുള്ളവർ മുമ്പിൽ വെച്ച് കാണുന്നതും പിന്നീട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉത്തരം പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് she has reached a stage where she has again gone to court saying ഈ ട്രയൽ എനിക്ക് വേണ്ട, മറ്റൊരു ട്രയൽ തുടങ്ങാനായിട്ട്. നോക്കൂ ശ്രീ മുഹമ്മദ് ഷാ, അത്രമേൽ മെന്റലി ഹരാസ് ചെയ്യപ്പെട്ട, ശാരീരികമായി ഉപദ്രവിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഇത്രമേൽ കാലഘട്ടം അവൾക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇങ്ങനെ തുടരുന്നതിനിടയിൽ വീണ്ടും വീണ്ടും അവൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യപ്പെടുകയാണ് കോടതി മുറികളിൽ. നമുക്കറിയാം സുപ്രീം കോടതിയിൽ ഓരോ പ്രാവശ്യം ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ വിമർശനം പോലും ഏറ്റുവാങ്ങേണ്ട ഒരു ഘട്ടമുണ്ടായി ദിലീപിന്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഹർജികളുമായി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് മാക്സിമം ഇങ്ങനെ ട്രയൽ തുടങ്ങുന്നത് നീട്ടിവെക്കുക എന്നതായിരുന്നു ദിലീപിന്റെ ലക്ഷ്യമെന്ന് പകൽ പോലെ വ്യക്തമായിരുന്നില്ലേ ശ്രീ മുഹമ്മദ് ഷാ ഇതിന്റെ ഒരു ഘട്ടത്തിൽ? അല്ല, ഞാൻ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ വിക്ടിം ഒരു പരാതി പോലും കൊടുക്കില്ല എന്നതായിരുന്നു പ്രതികളുടെ ഒരു കോൺഫിഡൻസ്. വിക്ടിം പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഇവിടെ പി.ടി. തോമസിന്റെ പെട്ടെന്നുള്ള ഇടപെടലും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ തന്നെ അല്ലെങ്കിൽ അപ്പം തന്നെ വിക്ടിമിനെ ഉൾപ്പെടെ ഒരു സ്വാധീനിക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കാനുള്ള സാഹചര്യം അവർക്ക് കിട്ടി, അവർ പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തതിൻ്റെ ഇപ്പോൾ വേറൊരു പരാതിയുമായി പോകുന്നവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്. ഈ 20 വക്കീലന്മാരുടെ മുമ്പിൽ വെച്ച് ഈ വിഷ്വൽസ് കാണിച്ചിട്ട് എക്സാമിൻ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്ന വേറൊരു മോഡ് ഓഫ് വിക്ടിമൈസേഷനാണ്. ഈ സിസ്റ്റമൊക്കെ മാറേണ്ട സമയമായിട്ടുണ്ട്. കാരണം പരാതി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ആ സംഭവം കൊണ്ട് തീരുമായിരുന്നു. ഇപ്പോൾ പരാതി കൊടുത്തതിൻ്റെ പേരിൽ ഒരു വല്ലാത്തൊരു ഹരാസ്മെൻറ്റ് സംഭവിക്കുന്നു. ഇത് ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വലിയ ഞെട്ടലോടെ കാണുന്ന ഒരു വിഷയമാണ്. പിന്നെ കോടതിയിൽ ഇപ്പോൾ ദിലീപ് കൊടുക്കുന്ന പെറ്റീഷനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ദിലീപ് പെറ്റീഷൻസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അയാൾക്ക് ഒരു ഗ്രീവൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അതായത് വളരെ വലിയ രീതിയിൽ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി, അത്രമേൽ വലിയ രീതിയിലുള്ള പിന്തുണയുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകുമ്പോൾ പോലും അവൾക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് പറയുന്നത് അതായത് ഒരു ലൈംഗികാതിക്രമം ഒരു സ്ത്രീയുടെ ശരീരത്തിന് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സൈലന്റായി ഇരുന്നു കഴിഞ്ഞാൽ അത്രത്തോളം എങ്കിലും മെന്റൽ ടോർച്ചർ കുറഞ്ഞു കിട്ടും
എന്ന രീതിയിലൊരു മെസ്സേജ് ഒക്കെ അല്ലേ ഇങ്ങനെയുള്ള ട്രയൽസ് ഒക്കെ നടക്കുമ്പോൾ കിട്ടുക ശ്രീ മുഹമ്മദ് ഷാ? രണ്ട് വശമുണ്ട്. ഒന്ന്, ലൈംഗിക അതിക്രമം നടന്ന ആ പെൺകുട്ടി ആരായിരുന്നാലും മറുവശത്ത് നിൽക്കുന്ന ആളുകൾ വെരി പവർഫുൾ ആണെങ്കിൽ, അവർക്ക് സ്വാധീനമുള്ള ആളാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആ ട്രയൽ ഒരു ഹരാസ്മെൻ്റായി തന്നെ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, ഇപ്പോൾ പെൺകുട്ടി പിന്നെ മറുവശത്ത് നിൽക്കുന്ന ആൾ സ്വാധീനമില്ലാത്തൊരു സാധാരണക്കാരനാണെങ്കിൽ ഏതൊരാൾക്കും അയാൾക്കൊരു കൺവിക്ഷൻ മേടിച്ചു കൊടുക്കാൻ പെൺകുട്ടിയുടെ മൊഴിയും മതിയാവും, അല്ലെങ്കിൽ സംഭവം കൊണ്ട് കഴിയും. ഈ സിസ്റ്റത്തിനകത്തെ ട്രയലിൻ്റെ ഈ സിസ്റ്റത്തിൽ കുറച്ചുകൂടി മെറ്റിക്കുലസ് ആയിട്ട് ഇതിനെ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യേണ്ട, പുതിയ കാലഘട്ടത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്റ്റേജ് എത്തിയിരിക്കുന്നു. പിന്നെ അതിനെല്ലാം തടസ്സമാകുന്നത് ഒരു നിരപരാധി ശിക്ഷ ചെയ്യപ്പെടരുത് എന്ന നമ്മുടെ പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ പുതിയ തരം ചിന്തകളിലേക്ക് പോകേണ്ടി വരും. കാരണം ഇത് വിക്ടിമൈസ് എനിക്കറിയില്ല. നമുക്ക് എന്താ വെച്ചാൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട ഒരു കുട്ടി വീണ്ടും ഇപ്പോൾ ഈ കേട്ട ഒരു കാര്യമുണ്ടല്ലോ, ഒരു ഹരാസ്മെന്റ്, നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ആ വിഷ്വൽസ് തന്നെ കോടതിയിൽ ഇരുന്നിട്ട് കുറേ ആളുകൾ അത് കാണുന്നു, അതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് വേദന ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അതിനുശേഷവും നീതി ലഭിക്കുന്നില്ല എന്ന് ആ കുട്ടി പറഞ്ഞു, കോടതിയിൽ പോകേണ്ടി വരുന്നു എന്ന് പറയുന്നതൊക്കെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യും. ഏത് ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടാലും അവന് കമ്മിറ്റ് ചെയ്യാനുള്ള ധൈര്യം പകരുന്നത് ഇത്തരം സാഹചര്യങ്ങൾ തന്നെയല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. അല്ല, രഹസ്യ വിചാരണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ചും ഏറ്റവും ചുരുങ്ങിയ ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കോടതിയിൽ ഒരു ട്രയൽ നടക്കും. പക്ഷെ ആ രഹസ്യ വിചാരണയുടെയൊക്കെ തന്നെ സ്വഭാവം ഇല്ലാതാക്കുന്ന രീതിയിലൊരു ട്രയൽ നടക്കുമ്പോൾ അതിനൊരു ബേസ് ഉണ്ടാകണ്ടേ ശ്രീ മുഹമ്മദ് ഷാ? തീർച്ചയായിട്ടും അതിനുണ്ട്. അത് 327 തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൽ ഈ 17 പേര് ഇരുന്നു എന്ന് പറഞ്ഞ തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ജൂനിയർ അഭിഭാഷകർ ഉൾപ്പെടെയുള്ളവർ ആ സമയത്ത് ആ പെൺകുട്ടിയെ വിസ്തരിക്കുന്ന സമയത്ത് കോടതിയിൽ ഒരാളുടെ തന്നെ 8 അഭിഭാഷകർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പ്രതിക്ക് വേണ്ടി വന്ന 8 അഭിഭാഷകരടുത്ത് കയറി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഫെയ്റ്റിലൊക്കെ ലീഗാലിറ്റി ഒക്കെ പോട്ടെ, ആ പെൺകുട്ടിക്കുണ്ടാകുന്ന ഒരു ഹരാസ്മെന്റ് ഉണ്ടല്ലോ, അത് വളരെ, ആ പെൺകുട്ടി എൻ്റെ മകളോ എൻ്റെ സഹോദരിയോ എൻ്റെ ഭാര്യയോ എൻ്റെ അമ്മയോ ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെ സീരിയസ്നെസ്. ഒരു കാരണവശാലും ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ആ പെറ്റീഷൻ വായിക്കുമ്പോൾ വേദന ഉണ്ടാക്കിയ ഒരു കാര്യം അതാണ്. എങ്ങനെയായിരിക്കും ആ കുട്ടി ആ സിറ്റുവേഷൻ ഓവർകം ചെയ്തത്? നോക്കൂ, നമുക്ക് നേരെ നടക്കുന്ന ഒരു ശാരീരിക അതിക്രമത്തെക്കാൾ വലിയ രീതിയിലുള്ള മെന്റൽ ഹരാസ്മെന്റ് പിന്നീട് ഈ ലൈംഗിക അതിക്രമ കേസുകളിൽ ഉണ്ടാകുമെന്നുള്ളത് സാധാരണക്കാർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ഭീതിയാണ്. സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ഒറ്റപ്പെടൽ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റി അതിന് മാത്രമൊന്നും വലിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ മാനസിക വളർച്ചയൊന്നും നേടിയിട്ടില്ല. ഒരു ലൈംഗിക അതിക്രമത്തിന് വിക്ടിമാകുന്ന ഒരു പെൺകുട്ടിയെ അഫോർഡ് ചെയ്യാൻ മാത്രമുള്ള ഒരു സാമൂഹിക വളർച്ചയൊക്കെ നമ്മുടെ സമൂഹത്തിനുണ്ടോ എന്നറിയില്ല. പക്ഷേ അവൾ ലീഗലായി മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കോടതി മുറികളിൽ അവൾ റേപ്പ് ചെയ്യപ്പെടുന്നു, വെർബലി എന്ന് പറയുന്നൊരു സ്ഥിതി ഇപ്പോഴും ഉണ്ടോ ശ്രീ മുഹമ്മദ് ഷാ? ഇതെല്ലാം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കൺവീനിയൻസിൻ്റെ പേരിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇത് പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ഈ റേപ്പ് നടന്ന് ഇത് ചെയ്യുന്ന പെൺകുട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ പൊതുസമൂഹത്തിൽ നോക്കിയാൽ, നിങ്ങൾ പറഞ്ഞല്ലോ വലിയ പിന്തുണയുള്ള ആളാണ് വിക്ടിം. ഒരു പിന്തുണയുമില്ല. ആ വിക്ടിമിൻ്റെ സംഘടന തന്നെ ആ വിക്ടിമിനെതിരെ നിൽക്കുകയാണ്. എന്നിട്ട് ആ സംഘടന തന്നെ വിക്ടിമിനെതിരെ മോശമായി പറയുകയാണ്. വിക്ടിമിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാതാക്കുകയാണ്. എന്താണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണയൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു പ്രത്യേകതരം ഷൗനിസം, മെയിൽ ഷൗനിസം ഒക്കെ ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്, പ്രത്യേകിച്ച് സിനിമാ ഫീൽഡിലുണ്ട്. അത് മാറിയേ മതിയാവും. ആ ചിന്താഗതി നമ്മൾ മാറ്റാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനൊരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മളൊക്കെ തന്നെ ചിന്തിക്കണം, സമൂഹം തന്നെ ചിന്തിച്ചു തുടങ്ങണം. വളരെ നന്ദി ശ്രീ മുഹമ്മദ് ഷാ. ഒപ്പം തന്നെ രാജേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്